പരിശുദ്ധാത്മാവ് എന്നെ ഇന്ന് ഓർപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ കർത്താവ് ഈ പ്രാർത്ഥനയിൽ എന്നെ നിർബന്ധിച്ച് ഓർപ്പിക്കുന്ന ഒരു കാര്യം പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും വേദപുസ്തകത്തെ തുറന്ന് ഫിലിപ്പ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യവും 15-ാമത്തെ വാക്യവുമാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. നിശ്ചയമായിട്ട് നിങ്ങൾ എല്ലാവരോടും കർത്താവ് സംസാരിക്കും. അത് വിശ്വസിച്ച് ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. നമ്മിൽ തികഞ്ഞവർ ഒക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊള്ളുക. വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. കർത്താവ് ഇന്ന് നിങ്ങളോട് ഇടപെടുവാൻ പോകുന്നത് വിലപ്പെട്ട ഒരു ദൈവത്തിന്റെ ആലോചനയാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് താൻ പറയുന്നൊരു കാര്യം, ഒന്ന് ഞാൻ ചെയ്യുന്നു. ആമേൻ. എന്താണ് ഞാൻ ചെയ്യുന്നത്? നമുക്കറിയാം, പിൻപിലുള്ളത് മറന്ന് മുൻപിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ വിരുദിനായിട്ട് ഓടുകയാണ്. താൻ ആയിരിക്കുന്നത് കാരാഗൃഹത്തിലാണ്, താൻ കിടക്കുന്നത് ചങ്ങലയ്ക്കകത്താണ്. താൻ അതിൽ നിന്ന് പുറത്തു വരുമോ എന്ന് തനിക്ക് അറിയില്ല. പക്ഷെ ഈ സാഹചര്യങ്ങളെ കണ്ടുകൊണ്ട് താൻ ഇരിക്കുന്നില്ല, മറിച്ച് തൻ്റെ ലക്ഷ്യങ്ങളെ കണ്ടുകൊണ്ട് താൻ ഇരിക്കുകയാണ്. ഇന്ന് നിങ്ങളോട് പറയുന്ന ദൂത് ഇതാണ്: സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കരുത്, നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ നോക്കണം. പോരാ, എല്ലാവരും രാമയും പറഞ്ഞാട്ടെ. സാഹചര്യങ്ങളെ നോക്കരുത്, നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങളെ നോക്കണം. സാഹചര്യങ്ങളെ നോക്കുന്നവൻ ആമേൻ ചതയും അല്ലെങ്കിൽ കറങ്ങും, എന്ന ലക്ഷ്യത്തെ നോക്കുന്നവൻ കുതിക്കും. എല്ലാവരും ആമേൻ പറഞ്ഞു, ഒരു ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. എന്ത് പറഞ്ഞാൽ ഇന്നൊരു വലിയ ദൈവ മഹത്വം ഇതിനകത്ത് വ്യാപരിക്കും. അത് ഉറപ്പാണ്. നിങ്ങൾ പ്രാർത്ഥനയോടെ ആ വചനം ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ലക്ഷ്യത്തെ നോക്കുക, മറ്റെല്ലാം മറക്കാം. ഇന്ന് നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആലോചന അതാണ്. നമുക്ക് ചേർന്ന ചില മിനിറ്റുകൾ കർത്താവിനെ ഈ വചനങ്ങൾ കേട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയാണ്, ഞാൻ ചെയ്യുകയാ. ഇപ്പൊ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. ആമേൻ. കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. ഒന്നുകൂടെ, കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു. ക്രൂശിലെല്ലാം ദൈവം ചെയ്തു, ക്രൂശിലെല്ലാം ദൈവം തന്നു. പക്ഷെ ഇത് കൊണ്ട് മാത്രം തീരത്തില്ല, ഞാനും ചിലത് ചെയ്യണം. ഇപ്പോൾ എന്നോട് കർത്താവ് ചെയ്യാൻ പറയുന്ന കാര്യമൊക്കെ വളരെ ലളിതമാണ്. അതിലൊന്ന്, വിശ്വസിക്കാമോ? അതാ ഞാൻ ചെയ്യേണ്ട ഒന്ന്. 2, എന്നെ ഒന്ന് ഏറ്റെടുക്കാമോ? എന്നെ ഒന്ന് കൈക്കൊള്ളാമോ? എന്നെ ഒന്ന് ആമേൻ സ്നേഹിക്കാമോ? എന്നെ ഒന്ന് അനുസരിക്കാമോ? എന്നെ ഒന്ന് ചോദിക്കാമോ? എന്നെ ഒന്ന് ദാഹിക്കാമോ? ഇതൊന്നും ആർക്കും പാടുള്ള വിഷയങ്ങളല്ല. കർത്താവ് നിന്നോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. ദൈവം നിന്നോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. നിനക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനെ കണ്ട് നീ പേടിക്കരുത്. നീ അതിന് ആമേൻ പറഞ്ഞോണം. അതിനുള്ളൊരു അഭിഷേകം നിന്റെ മേൽ വ്യാപരിക്കും. പലപ്പോഴും വചനം കണ്ട് പേടിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് വചനം കാണുമ്പോൾ ചെയ്യണമെന്ന് പറയുന്നൊരു വചനം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ പറയണം. നിനക്കത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൻ അറിഞ്ഞിട്ടാണ് അത് നിന്നോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ട്. ഈ ഒരു പുസ്തകത്തിനകത്ത്, ഞാൻ ഈ ദൂതിലേക്ക് വരാം, ഈ ഒരു പുസ്തകത്തിനകത്ത് ഈ പൗലോസ് 3 തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വചനത്തിലോട്ട് വരാം. ഒന്ന്, താൻ എടുത്ത 1-ാമത്തെ തീരുമാനം, 1-ാം അധ്യായം. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, എന്റെ കൂടെ വരണേ. 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. പിന്നെ എന്ത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ഏത് വിധമായാലും ക്രിസ്തുവിനല്ലോ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഇനിയും സന്തോഷിക്കും. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഇവിടുത്തെ പറയണം, നാട്യമായി ആയിക്കൊള്ളട്ടെ, പരമാർത്ഥമായി ആയിക്കൊള്ളട്ടെ, ഏത് വിധേനയാണെങ്കിലും കർത്താവിനെയല്ലേ അവർ പ്രസംഗിക്കുന്നത്. ഇതിൽ ഞാൻ സന്തോഷിക്കും, മേലാലും സന്തോഷിക്കും. അപ്പോൾ പൗലോസ് ഒരു തീരുമാനം എടുക്കുകയാണ്, സന്തോഷിക്കാൻ തീരുമാനിക്കുക. അയ്യോ,
പോരാ, ഒന്നുകൂടെ പറയാം. എന്ത് തീരുമാനിക്കാൻ പോവാണ്? ഓർക്കെ പറഞ്ഞേ. കരയാനല്ല, പിറുപിറുക്കാനല്ല, മത്സരിക്കാനല്ല, കുറ്റം പറയാനല്ല, എഴുതാനല്ല. താൻ ഒരു തീരുമാനം എടുക്കുകയാണ്, സന്തോഷിക്കാൻ തീരുമാനിക്കുക. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. എന്താ വിഷയം? ഇത്രയേ ഉള്ളൂ വിഷയം. താൻ കാരാഗ്രഹത്തിൽ കിടക്കുന്ന കണ്ടപ്പോൾ ചിലർക്ക് ഉണർവ് കയറി. അവർക്ക് യേശുവിനെ ആവേശത്തോടെ പ്രസംഗിക്കുക. ഈ പ്രസംഗിക്കുന്നത് ആത്മഭാരത്തോടല്ല, ഈ പ്രസംഗിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തോടെയല്ല, മറിച്ച് കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഈ പൗലോസിനെ ഈ പ്രസംഗത്തിന്റെ കാഠിന്യ നിമിത്തം കൊല്ലണം. അപ്പോൾ ഈ പ്രസംഗം കൊല്ലാനുള്ള പ്രസംഗമാണ്. ഇവന് നാശം വരുത്താൻ വേണ്ടി ഇവന്റെ സ്നേഹിതർ പോലും, കള്ള സ്നേഹിതർ തന്നെ തകർക്കാൻ വേണ്ടി ചുറ്റും നിന്നുകൊണ്ട് ആക്രമണം അഴിച്ചുവിടുമ്പോൾ അവരെ നോക്കി പിറുപിറുത്തുകൊണ്ടും ദുഃഖിച്ചുകൊണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല, താൻ അവിടെ ഒരു തീരുമാനമെടുക്കുകയാണ്. ഞാൻ സന്തോഷിക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പറയുന്നു, നിന്നെ തകർക്കാനും നിന്നെ നശിപ്പിക്കാനും നിന്നെ ഇല്ലായ്മ ചെയ്യാനും ഒത്തിരി പേർ പിശാച് സജ്ജീകരിച്ച് നിന്റെ മുൻപിലും നിന്റെ പിൻപിലും നിന്റെ പുറകിലും ഒക്കെ നിർത്തിയിട്ടുണ്ടായിരിക്കാം. അതിനോട് യുദ്ധം ചെയ്തുകൊണ്ട് നിന്റെ സമയം തീർക്കരുത്. നീ വാ തുറന്നു പറയണം, ഞാൻ സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ സന്തോഷിക്കുക എന്നുള്ളത് നിന്റെ തീരുമാനമാണ്. In the name of Jesus. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. പൗലോസ് പറയാണ്, ഞാൻ സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. എന്റെ പ്രശ്നങ്ങൾ കണ്ട് കരഞ്ഞുകൊണ്ടിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. എന്റെ പ്രതിസന്ധികളുടെ നടുവിൽ ദുഃഖിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ തീരുമാനിക്കുന്നില്ല. ഞാൻ ഇന്നൊരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുന്നു, സന്തോഷിക്കാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരോടും പരിശുദ്ധാത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് മുൻപോട്ട് പോകാൻ പ്രശ്നമുണ്ടായിരിക്കാം, നിന്റെ ഇരു സൈഡുകളിലും പ്രശ്നമുണ്ടായിരിക്കാം, നിന്റെ പുറകിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് നീ ഒരു കാര്യം വിളിച്ചു പറയണം, ഇതൊന്നും നോക്കിക്കൊണ്ടിരിക്കരുത്, കർത്താവിനെ നോക്കിക്കൊണ്ട് നീ സന്തോഷിക്കുക. നീ സന്തോഷിക്കുക. ഒന്ന് ആമേൻ പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. സന്തോഷിക്കുക. ആമേൻ, ആമേൻ. യേശു കർത്താവ് സ്ഥിരം പറയുന്ന 3 വാക്കുണ്ട്. അതിലൊന്ന് ധൈര്യമായിരിക്കുക, മറ്റൊന്ന് നിങ്ങൾക്ക് സമാധാനം, മറ്റൊരു വാക്ക് ഭയപ്പെടേണ്ട. ഈ 3 വേർഡ് കർത്താവ് പറഞ്ഞു. നിങ്ങൾ ഇന്ന് അവിടെ ചെന്നാലും കർത്താൻ ഇതേ പറയാനുള്ളൂ. തല പോകുന്ന വിഷയമായിട്ടും കർത്താവിന്റെ അടുക്ക് ചെന്നാലും കർത്താവിന് 3 വേർഡിലാണ് നിൽക്കുന്നത്. ഭയപ്പെടേണ്ട, ധൈര്യമായിരിക്കുക, സമാധാനം. അയ്യോ, ധൈര്യമായിരിക്കുക, ഭയപ്പെടേണ്ട, സമാധാനത്തോടെ ഇരിക്കുക. കൊച്ചു മരിച്ചു ചെന്ന അപ്പനോടും പറയുന്നത് ധൈര്യമായിരിക്കുക. 4 ദിവസമായി കല്ലറയിലിരിക്കുന്ന വിഷയത്തിന് മുമ്പിലും കർത്താവ് പറയുന്നു, ധൈര്യമായിരിക്കുക. നിന്റെ ഏത് വിഷയമായിട്ട് ദൈവസന്നിധിയിൽ വന്നാൽ കരയാൻ അവിടെ വിഷയമില്ല, നിനക്ക് ആനന്ദിക്കാനേ വിഷയമുള്ളൂ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിച്ചോ. കർത്താവ് ഇന്ന് ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഒന്ന്, നിങ്ങൾ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം, സന്തോഷിക്കാൻ തീരുമാനിക്കണം. അയ്യോ ആമേൻ, ആ ഒരു പാട്ട് ഉണ്ടല്ലോ, ആമേൻ, കരയാൻ ഒരു കാര്യമുണ്ടെങ്കിലും സന്തോഷിക്കാൻ 1000 കാര്യങ്ങളുണ്ട്. സത്യമായ കാര്യമാണ് ബ്രദറെ. എനിക്ക് ഭയങ്കര പല്ലുവേദനയാണ് ബ്രദറെ. ഓക്കെ, നീ നിന്റെ അടുത്തിരിക്കുന്ന പുള്ളിയെ നോക്കിയ പല്ലില്ല, കേട്ടില്ല. ഹലോ, അതോർത്ത് എനിക്ക് സന്തോഷിക്കാം. ശരിക്കും നോക്കി, കർത്താവ് എൻ്റെ മക്കൾ, കർത്താവ് എനിക്ക് എൻ്റെ മക്കളെ ഓർത്ത് ഭയങ്കര ദുഃഖം. നിന്റെ അടുത്തിരിക്കുന്ന നോക്കിയ 10 വർഷമായിട്ട് മക്കളില്ല. നീ തിരിഞ്ഞും മറിഞ്ഞും നോക്കിയാൽ ജീവിതത്തിൽ സന്തോഷിക്കാൻ ചിലത് ദൈവം വെച്ചിട്ടുണ്ട്. ഇല്ലാത്തതിനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കരുത്, ഉള്ളതോർത്ത് ആനന്ദിക്കുക. പുതിയ കൂട്ടിച്ചേർപ്പുകൾ നിന്റെ മേൽ വരും. നീ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ വട്ടുപിടിക്കുന്ന ഒരാളുണ്ട്, അത് പിശാചാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ആ വാക്ക് പറയുന്ന, പിശാചിനെ വട്ടുപിടിപ്പിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. കരങ്ങളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഓ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. തന്നെ തകർക്കാൻ, തന്നെ നശിപ്പിക്കാൻ, തന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ഒരു തലമുറ മുഴുവനും ആമേൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആമേൻ പൗലോസ് പറയുകയാണ്, ഞാനൊരു തീരുമാനമെടുക്കുന്നു, സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു, സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇല്ലായിരിക്കാം, വലിയ വാതിലുകൾ നിനക്ക് തുറന്നിട്ടില്ലായിരിക്കാം. എന്നാൽ നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയോർത്ത്, നിന്റെ മേൽ
വ്യാപരിക്കുന്ന അഭിഷേകമോർത്ത്, നിന്റെ തലമുറയിന്മേൽ നിൽക്കുന്ന ദൈവകൃപയോർത്ത്, നിന്റെ കുടുംബത്തോട് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ ഓർത്ത് ഒന്ന് കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. ഹല്ലേലൂയ. ഒരു ദൈവ സന്തോഷം നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. ആമേൻ, ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ പൗലോസ് ഒരു തീരുമാനമെടുത്തു, സന്തോഷിക്കാൻ തീരുമാനിച്ചു. 2, അദ്ദേഹം എടുത്തൊരു നല്ല തീരുമാനം. നോക്കിക്കോ, ഒത്തിരി പ്രയോജനപ്പെടുന്നൊരു തീരുമാനം. 1-ാം അധ്യായം 21-ാം വാക്യം, 22-ാം വാക്യം, 23-ാം വാക്യം, 24-ാം വാക്യം, 25-ാം വാക്യം. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമല്ലോ. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോട് ഇരിക്കുമെന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞു. 2-ാമത്തെ തീരുമാനം, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. എന്നാൽ അടുത്ത വാക്ക് പറഞ്ഞാൽ, എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നത് എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ എന്ത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ആരാണ് തിരഞ്ഞെടുക്കുന്നത്? എന്ത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. അടുത്ത വാക്ക്, ഇവ രണ്ടിനാലും ഞാൻ ഞെരുങ്ങുന്നു. എന്നിട്ട് ആ 2 വിഷയം പറയുക. 1, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്ക് കാംക്ഷയുണ്ട്. എന്നിട്ട് അടുത്ത വാക്ക്, അത് അത്യുത്തമമല്ലോ. അപ്പോൾ ഒരു കാര്യം, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് ഇരിക്കുക. 2-ാമത്തെ കാര്യം പറയുക, എന്നാൽ ഞാൻ ജഡത്തിൽ ഇരിക്കേണ്ടത് നിങ്ങൾ നിമിത്തം ഏറെ ആവശ്യം. 2 കാര്യം. 1, യേശുവിനോട് ഇരിക്കണം. 2, ജഡത്തിലിരിക്കണം. എന്നിട്ട് അടുത്ത വാക്കാണ്, ഇത് രണ്ടിനാലും ഞാൻ ഞെരങ്ങുക. എന്നിട്ട് അടുത്ത വാക്ക് പറഞ്ഞ, ഇങ്ങനെ ഉറച്ചും കൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടെ ഇരിക്കുമെന്നും നിങ്ങൾ എല്ലാവരും കൂടെ ഇരിക്കുമെന്നും അറിയുന്നു. അപ്പോൾ 2 വിഷയം തന്നെ മുമ്പിൽ നിൽക്കുന്ന, ഒന്ന് ജീവനും മരണവും. എന്നിട്ട് അദ്ദേഹം പറയാണ്, എനിക്ക് വിട്ടുപിരിഞ്ഞ് കർത്താവിനോടുകൂടി ഇരിക്കുന്നത് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഈ ഭൂമിയിൽ ഇരിക്കുന്നത് വേലയ്ക്ക് പ്രയോജനമാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. മരിക്കാനല്ല, ജീവിക്കാൻ തീരുമാനിക്കുക. ഒരാമയം പറഞ്ഞില്ല, ഒരാമൻ ചേർന്ന് എല്ലാവരും രാമയം പറഞ്ഞാട്ടെ. ചേർന്ന് കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. യേശുവിനോട് കൂടെ ഇരിക്കുന്നത് നല്ലതാണ്, പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എനിക്ക് കുറെ കാര്യങ്ങൾ സഭയ്ക്ക് വേണ്ടി ചെയ്യാനുണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാനുണ്ട്, ദൈവനാമത്തിന് വേണ്ടി ചെയ്യാനുണ്ട്. അതുകൊണ്ട് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം തീരുമാനിക്കാൻ പോകുകയാണ്. സ്തോത്രം, ജീവിക്കാൻ തീരുമാനിക്കുകയാണ്. ഇന്ന് ഇതിനകത്തിരിക്കുന്ന എല്ലാവരോടും പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കുന്നു, ജീവൻ തിരഞ്ഞെടുക്കുക. ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, രാജ്യത്തിന്റെ ഉണർവിന് വേണ്ടി, ലോകവ്യാപകമായ ഒരു ഉണർവിന് വേണ്ടി നീ ജീവിച്ചിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. എത്ര പേർ അത് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കുന്നു? പോരാ പോരാ പോരാ, കൈകളെ ഒന്ന് അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും കരങ്ങളെ അടിച്ചൊന്ന് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഞാൻ തിരഞ്ഞെടുക്കുകയാ. എന്താ തിരഞ്ഞെടുക്കുന്നത്? ജീവൻ തിരഞ്ഞെടുക്കുകയാണ്. എനിക്ക് സഭകൾ സ്ഥാപിക്കണം, എനിക്ക് രാജ്യങ്ങളിൽ ഉണർവിന് വേണ്ടി പോകണം, ഒത്തിരി അഭിഷക്തന്മാരെ എഴുന്നേൽപ്പിക്കണം, ഒത്തിരി സഭകളെ സ്ഥാപിക്കണം, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തണം. അതുകൊണ്ട് കാരാഗ്രഹത്തിൽ നീറി അടങ്ങുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇതിനെ പൊട്ടിച്ച് പുറത്തു വന്ന് ഒരു അത്ഭുതകരമായ ശുശ്രൂഷയ്ക്ക് ഞാൻ ഒരുങ്ങുകയാണ്. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ജീവിക്കാൻ തീരുമാനിക്കുക. കരങ്ങളെ ഒന്നുകൂടെ ചേർത്ത് അടിച്ചു ദൈവത്തെ സ്തുതിച്ചു. ഇന്ന് ഈ വചനം പറയുമ്പോൾ ചില മരണത്തിന്റെ ആത്മാവിനെ നീ ശാസിക്കണം.
ചില മരണത്തിന്റെ ആത്മാവിനെ നീ ശാസിക്കണം. രോഗത്തിലൂടെ, പ്രത്യേകമായ ദണ്ഡനങ്ങളിലൂടെ നിന്റെ കുടുംബത്തെ, നിന്റെ ആയുസ്സിനെ ബാധിക്കുന്ന ചില കെട്ടുകളെ യേശുവിന്റെ നാമത്തിൽ നീ ശാസിക്കുക. ഹേ മരണമേ നീ മാറുക, ഹേ രോഗമേ നീ മാറുക, ഹേ ശാപമേ നീ മാറുക. ഇന്ന് ഈ വചനം ഒന്ന് ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ ജീവൻ കർത്താവ് അയക്കുകയാണ്. ഇതൊരു പോരാട്ടമാണ്. ആത്മാവിലൊന്ന് പോരാടി, അന്യഭാഷകളെന്ന് പ്രാർത്ഥിച്ച് ജീവന്റെ മേലൊരു സമൃദ്ധി വ്യാപരിക്കുന്ന ഒരു ദൈവശബ്ദം ഇവിടെ വ്യാപരിക്കുകയാണ്. ഓ റബലവ ദുരമനഘടകസ്യ. കരങ്ങളെല്ലാവരും അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ. അങ്ങനെ ഒരു അബദ്ധത്തിലോ ഒരു ആക്സിഡന്റിലോ തീരേണ്ട വ്യക്തി അല്ല നീ. നീ ദൈവരാജ്യത്തിന്റെ മഹത്വമായി ലോകം മുഴുവൻ നിന്ന് ശക്തിയോടെ, ആരോഗ്യത്തോടെ സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നിൽക്കാനുള്ളവനാണ്. വരും തലമുറയോട് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ ഇന്ന് ആയുസ്സിനെ ചോദിക്കുക. കരങ്ങളെ ഒന്ന് അടിച്ചു. ഇത് പോരാ. ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരുടെ മരണത്തിന്റെ ദുഷ്ടശക്തി അഴിയുകയാ. ദൈവം ചിലരെ നോക്കി വിളിച്ചു പറയുന്നു, നീ മരിക്കയില്ല. ഞാൻ എൻ്റെ ഈ ചെറുപ്രായത്തിൽ 3 വട്ടം മരണവുമായി നേരിട്ടിടപെട്ടതാണ്. ഞാൻ മരണവുമായി സംസാരിച്ച വ്യക്തിയാണ്. ഞാൻ മരണത്തെ കണ്ടതാണ്. മരണവുമായി നേരിട്ട് സംസാരിച്ച 3 അനുഭവങ്ങൾ എനിക്കുണ്ട്. ഹാർട്ട് പേഷ്യന്റായി, രോഗിയായി, വലിയൊരു ട്രീറ്റ്മെന്റിലായി, വളരെ അവശനായി തീർന്ന സമയം മരണം എന്നോട് സംസാരിച്ചു. ഹല്ലേലൂയ. ഒരു ദിവസം ഒരു മീറ്റിംഗിൽ ശക്തമായി ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ രാത്രി എൻ്റെ ഭാര്യ വന്ന് എൻ്റെ മൂക്കിൽ ഇങ്ങനെ കൈവച്ച് നോക്കും, ശ്വാസം ഉണ്ടോ. അതുപോലെ മരണത്തിന്റെ പിടിയിൽ ഞാൻ അകപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കൂടെയുള്ള കുഞ്ഞുങ്ങൾ റൂമിനകത്ത് ഇങ്ങനെ കാവലിരിക്കുമായിരുന്നു. അത്ര ഭീകരമായ മരണം താണ്ഡവമാടിയ ദിവസങ്ങൾ എനിക്കുണ്ട്. പ്രൈസ് ഗോഡ്. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇതൊരു അറിവ് പറയല്ല. ഞാൻ ആത്മാവിൽ അറിഞ്ഞൊരു സത്യമാണ് ഇവിടെ പ്രവചിക്കുന്നത്. ഒരു ദിവസം ഞാൻ കുവൈറ്റിലൊരു മീറ്റിങ്ങിന് പോവുകയാണ്. എൻ്റെ കുഞ്ഞെൻ്റെ അടുത്ത് വന്ന് നിൽക്കുക. എനിക്ക് ആ കുഞ്ഞിനെ എടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഹാർട്ട് പെയിനാണ് എനിക്ക്. ഞാൻ അവളെ ഇങ്ങനെ പതിയെ ടാറ്റ കൊടുത്തിട്ട് പോയി. അന്ന് ചില ദൈവദാസന്മാരുടെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളെ വീണ് കിടന്നിട്ട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അന്ന് ആ ദൈവദാസന്മാർ എനിക്ക് വേണ്ടി കരഞ്ഞു. ഞാൻ അവിടെ നിന്ന് മീറ്റിങ്ങിന് ശേഷം അടുത്തൊരു സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ എൻ്റെ നെഞ്ചുവേദന കൂടി. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, വേദനകൾ കൂടുമ്പോൾ ഒരു മരുന്നോടെ കൂട്ടി കഴിച്ചോണം. ഞാൻ ആ മരുന്ന് കൂട്ടി കഴിക്കാൻ തുടങ്ങി. 2-3 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പെയിൻ അതിഭയങ്കരമാകുക. എനിക്ക് മനസ്സിലായി എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ വൈഫിനെ വിളിച്ച് പറഞ്ഞു, ഇതാണ് പ്രോബ്ലം, എന്ത് ചെയ്യണം? സത്യം ഒരു ദൈവശബ്ദം പോലെ അവൾ എന്നോട് പറഞ്ഞു, അച്ഛാ കഴിഞ്ഞ ദിവസം പാസ്റ്റർമാർ പ്രാർത്ഥിച്ചതല്ലേ, കർത്താവ് ചിലപ്പോൾ സൗഖ്യമാക്കി കാണും. ആ മരുന്ന് ചിലപ്പോൾ ശരീരം റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് അച്ഛൻ ഇന്ന് ആ മരുന്ന് അങ്ങ് നിർത്തുക. കൃപയാൽ ഇന്ന് 5 വർഷമാകുന്നു ഞാൻ മരുന്ന് തൊട്ടിട്ട്. നീ സ്ഥിരമായി കഴിക്കുന്ന ചില മരുന്നുകൾ നിന്റെ ശരീരം റിജക്റ്റ് ചെയ്യാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് നിത്യം ഉപയോഗിക്കുന്ന ചില മരുന്നുകളെ നീ എടുത്തെറിയുന്ന ദിനങ്ങൾ വരുന്നു. കർത്താവ് നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു.
In the name of Jesus. ചേർന്ന് ദൈവത്തിന് സ്തുതിച്ചാൽ ഇങ്ങനെ ഈ സൗഖ്യം നടന്നിട്ടും എന്റെ ഉള്ളിൽ പേടി വ്യാപരിച്ചു. എന്നാൽ ഒരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ന് യേശുവിന്റെ ജീവനെ കുറിച്ച് ഞാൻ പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒത്തിരി പേർ രക്ഷിക്കപ്പെട്ടു, ഒത്തിരി പേർ സൗഖ്യമായി. അന്ന് ഞാൻ അവിടെ മുട്ടുകുത്തി പറഞ്ഞു, അപ്പാ എനിക്ക് ജീവിക്കണം, എനിക്ക് മരിക്കാൻ മനസ്സില്ല, എനിക്ക് ജീവിക്കണം. ഞാൻ ഇന്നെന്ന പോലെ ആ ദിവസത്തെ ഓർക്കും. എനിക്ക് ജീവിക്കണം, എനിക്ക് നിനക്ക് വേണ്ടി ജീവിക്കണം. അന്ന് മുതൽ എൻ്റെ മേലൊരു ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. എനിക്കൊരു കാര്യം മനസ്സിലായി, നീ വാ കൊണ്ടത് ഡിക്ലെയർ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ തിരഞ്ഞെടുക്കുന്നു. ആമേൻ പറഞ്ഞാട്ടെ. ഞാൻ തിരഞ്ഞെടുക്കുന്നു, ജീവൻ തിരഞ്ഞെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മരണം മാറട്ടെ. കൈകളെ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഒരു സംതൃപ്തിയില്ലാതെ, ഒരു ഉയർച്ചയില്ലാതെ, ദൈവമേൽപ്പിച്ച ദൗത്യങ്ങൾ പൂർത്തീകരിക്കാതെ ഇടവഴിയിൽ തീരാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ മരിക്കുന്നതിന് മുമ്പ് നിനക്ക് അറിയാം ഇത് പൂർത്തീകരിക്കപ്പെട്ടെന്ന്. ആമേൻ, ആമേൻ. ഒരു രാത്രി കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ തീരുന്ന ഒരു ജീവിതമല്ല. നിന്റെ ശുശ്രൂഷകൾ പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് നിനക്ക് ബോധ്യം തന്നിരിക്കും. അതുവരെ നീ ഇവിടെ തുടർന്നിരിക്കണം. അതിനു മുമ്പേ നിന്നെ കൊണ്ടുപോകുവാൻ വേണ്ടി വാദിക്കുന്ന രോഗങ്ങൾ, ആക്സിഡന്റുകൾ, അപകടങ്ങൾ ഇൻ ദ നെയിം ഓഫ് ജീസസ് അത് അഴിഞ്ഞു മാറട്ടെ. കരങ്ങളെ അടിച്ച് ആത്മാവിൽ പെട്ടുമരണങ്ങൾ മാറുകയാണ്, ആക്സിഡന്റുകൾ മാറുകയാണ്, അപകടങ്ങൾ മാറുകയാണ്. നിന്റെ ആയുസ് കർത്താവിന് വേണം, നിന്റെ ആരോഗ്യം കർത്താവിന് വേണം. ആമേൻ. ചേർന്ന് ഹല്ലേലൂയ. അല്പം കൂടെ ഒച്ചത്തിലൊന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. ഞാൻ സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു, ഞാൻ ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഒന്ന് വാ തുറന്ന് പറ, എനിക്ക് മരിക്കാൻ മനസ്സില്ല. നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയാത്തതുകൊണ്ട് ആമ്പിളേര് പറയാൻ തുടങ്ങി. ഈ കാര്യം മനസ്സിലായല്ലോ? അത് നിന്റെ ആപ്തവാക്യവാ, നീയാണത് പറയേണ്ടത്. അങ്ങനെ ആർക്കെല്ലാം നിന്നെ പിടിച്ചോണ്ട് പോകാൻ പറ്റോ? നിങ്ങൾ വേദപുസ്തകം ശ്രദ്ധിച്ചോ? ഓരോ വിശുദ്ധന്മാർ അവരുടെ ശുശ്രൂഷ പൂർത്തീകരിക്കുമ്പോൾ കർത്താവ് വന്ന് അവരോട് പറയും. പത്രോസ് പറയുക, എന്റെ കൂടാരം പൊളിഞ്ഞു പോകുവാൻ സമയമടുത്തു എന്ന് എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഇനി കുറച്ച് സമയമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ സമയമെടുക്കുക. നിന്നോട് കർത്താവ് പറയും. തീർന്നെങ്കിൽ തീർന്നെന്ന് പറയും. തീരാത്തോണ്ടാണ് ഇന്ന് കർത്താവ് പറയുന്നത് മുൻപോട്ട് പോകാൻ. ഇന്ന് ഈ വചനം കേൾക്കുന്ന ചിലർ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. In the name of Jesus. തളർവാദികൾ എഴുന്നേൽക്കട്ടെ, രോഗികൾ എഴുന്നേൽക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രോഗാത്മാക്കൾ അഴിഞ്ഞ്, മരണാത്മാക്കൾ അഴിഞ്ഞ് നീ ജീവനിലോട്ട് കയറുക. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ മുമ്പിൽ ജീവനും മരണവും വെച്ചിരിക്കുന്നു. എത്രവർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതി. ഹല്ലേലൂയ. പത്രോസ് പറയുന്നു, എന്റെ കൂടാരം പൊളിയുവാൻ സമയം അടുത്തെന്ന് എനിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യം ചെയ്യാൻ പോവാ. പൗലോസിന്റെ വാക്ക്, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു. ഞാൻ ചെയ്യാനുള്ളത് ഒന്നും ബാലൻസ് വെച്ചിട്ടില്ലെന്ന്. ഏലിയാവിനെ പോലെ കുറച്ച് വെച്ചിട്ട് പോകരുത്. ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു.
ജയാളിയായി പോകാൻ എത്ര പേർ ആഗ്രഹിക്കുന്നു? പഴയ നിയമത്തിൽ ഒരു മനുഷ്യനുണ്ട്, യാക്കോബ്. മരിക്കേണ്ട സമയത്ത് കട്ടിലെ കയറി നിവർന്നു കിടന്നു. കാലൊക്കെ നേരെ വെച്ചിട്ട് എഴുന്നേറ്റ് നോക്കി, കാലൊക്കെ നേരെയാണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ എവിടേക്ക് പോകുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ 10-20 മിനിറ്റ് ഒക്കെ നിൽക്കാറുണ്ട്, ജീവനോടെ നിൽക്കാറുണ്ട്. എന്നാൽ യാക്കോബ് കട്ടിലേക്ക് കയറി കിടന്നു, കാല് നേരെയാണ് വെച്ചേക്കെന്ന് നോക്കി. എന്നിട്ട് ഒന്നുകൂടെ എഴുന്നേറ്റ് നോക്കി, ഓക്കെ എന്ന് കണ്ടിട്ട് പറഞ്ഞു, പ്രാണനെ വിട്ടുപോയി. ഒന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നു, ഞാൻ ജീവൻ തിരഞ്ഞെടുക്കുന്നു. നിന്റെ തീരുമാനത്തിന് ഭയങ്കര പവറാട്ടോ. കേട്ടില്ല, നിന്റെ തീരുമാനത്തിന് ഭയങ്കര പവറാ. യേശുവേ, നീ എന്റെ ഹൃദയത്തിൽ വരണമേ എന്നൊരൊറ്റ വിളി വിളിച്ചപ്പോൾ സ്വർഗത്തിൽ അടങ്ങാത്തവൻ ഇത്രയുള്ള നിന്റെ ഹൃദയത്തിനകത്ത് തന്നെത്താൻ പരിമിതപ്പെടുത്തി ഇറങ്ങിയത് എപ്പോഴാ? ഒരു തീരുമാനത്തിലല്ലേ. ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, 1, സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു. 2, ജീവിക്കാൻ തീരുമാനിക്കുന്നു. പ്രശ്നങ്ങൾ വരുമ്പോൾ അങ്ങ് ചത്താ മതി പറയില്ല. ചിലരൊക്കെ ഇങ്ങനെ ചുമ്മാ ഭർത്താവിനെ സോപ്പിടാൻ വേണ്ടി പറയുന്ന, ഭാര്യയെ സോപ്പിടാൻ പറയുന്ന, മക്കൾ കേൾക്കാൻ വേണ്ടി പറയുന്ന, സിമ്പതിക്ക് വേണ്ടി പറയുന്ന. ഞാൻ ചാകാൻ പോവാന്ന് ഫോൺ വിളിച്ച് പറയും. അപ്പൊ ഇടി വെട്ടപ്പത്തിന് അകത്ത് കയറുക. ആഗ്രഹമൊന്നുമില്ല. എന്നാ നീ വെളിയിൽ നിന്ന് ഫോൺ വിളിക്കും. ഞാൻ ഇന്നെല്ലാവരോടും പരിശുദ്ധാത്മാ, നീ കുറച്ചുകൂടെ ജീവിക്കണം. ഇന്നലകളിൽ പറ്റിയ അബദ്ധങ്ങളെ നികത്തുവാനും, ജീവിതത്തിൽ ഇന്നലകളിൽ തകർന്നുപോയ ഇടങ്ങളിൽ നീ പണിയപ്പെടാനും, ഇന്നലകളിൽ തോറ്റെടുത്ത് നീ ജയാളിയായി മാറാനും, ഇന്നലകളിൽ പിടിക്കാൻ പറ്റാത്തോടം പിടിച്ചമർത്താനും നിന്റെ ആയുസ്സിന്റെ മേലൊരു അഭിഷേകം കർത്താവ് ഇന്ന് രാത്രി അയക്കുന്നുണ്ട്. ഒരു തീരുമാനത്തിലേക്ക് വരുവാൻ മനസ്സുള്ളവർ ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. വായികളെ തുറന്ന് ഒരാമയം പറഞ്ഞാട്ടെ, ഒരാമയം പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. എല്ലാവരും വായികളെ തുറന്ന് ശബ്ദം ഉയർത്തി ഒരാമയം പറഞ്ഞത് ഏറ്റെടുത്താട്ടെ. ഇതിനകത്ത് മരണത്തിന് തക്ക നിലയിൽ ഏതെങ്കിലും രോഗത്താൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാതുറന്നൊന്ന് ശാസിച്ച്, യേശുവിന്റെ നാമത്തിൽ ഞാൻ മരണത്തെയല്ല ജീവനെ തിരഞ്ഞെടുക്കുന്നു, രോഗത്തെയല്ല സൗഖ്യത്തെ തിരഞ്ഞെടുക്കുന്നു, അനുഗ്രഹത്തെ തിരഞ്ഞെടുക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. മൂന്നാമത് അദ്ദേഹം തിരഞ്ഞെടുത്ത ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മൾ വായിച്ചത്. 1 ഞാൻ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ബാക്കി ഇത്രയേ ഉള്ളൂ. ഞാൻ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുന്നു. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. എന്താ ഞാൻ തീരുമാനിക്കുന്നത്? കാരാഗത്തിന് പുറത്ത് വരുവോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട, യുവമാരനെ പുറത്ത് വിടുവോ ഇല്ലയോ എന്ന് എനിക്കറിയണ്ട. അതൊന്നും ഞാൻ സാഹചര്യങ്ങളെ നോക്കുന്നില്ല, ദർശനത്തെ നോക്കുക. ഇന്ന് എല്ലാവരോടും ഞാൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ പ്രശ്നങ്ങളെ നോക്കരുത്. നീ ചിലയിടത്ത് അമർന്നു പോകും. എന്നാൽ നിന്റെ ദർശനത്തെ നോക്കിയാൽ നീ അതിന്റെ നടുവിൽ കുതിക്കാൻ പോകുകയാണ്. പോരാ, കുതിക്കാൻ പോകുകയാണ്. കൈകളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണ് പറയട്ടെ. പ്രശ്നങ്ങളിൽ നിന്ന് കണ്ണ് പറയട്ടെ. പൗലോസ് പ്രശ്നങ്ങളെ നോക്കിയില്ല, ദർശനത്തെ നോക്കി. ഇന്ന് എല്ലാവരോടും പറയുന്നു, നിന്റെ മൈൻഡ് അല്ലെങ്കിൽ നിന്റെ വിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യുക. നീ എന്നും നോക്കുന്ന പ്രശ്നങ്ങളാ, നീ എന്നും നോക്കുന്ന പ്രതിസന്ധികളാ. ഇന്ന് നീ കാരാഗ്രഹത്തിന്റെ വലിപ്പം നോക്കണ്ട, കയ്യിൽ കിടക്കുന്ന ചങ്ങല നോക്കണ്ട, നിന്നെ പിടിച്ചു കെട്ടിയിരിക്കുന്ന സാഹചര്യം നോക്കണ്ട. മറിച്ച് അന്ന് ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്നോട് പറഞ്ഞ ദൂത് നീ ഓർത്തുകൊണ്ട്, പോരാ പോരാ പോരാ, ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്നോട് പറഞ്ഞ ദൂത് നീ ഓർത്തുകൊണ്ട്, നിന്നെ അന്ന് വിളിച്ചപ്പോൾ ദൈവം നിന്റെ നേർക്ക് പറഞ്ഞ ചില ദൂതുകളില്ലേ, അത് മാത്രം നോക്കിക്കൊണ്ട്, സാഹചര്യങ്ങളെ നോക്കാതെ നിന്റെ വിഷനെ നോക്കുക. ചിലത് പൊട്ടും, ചിലത് അഴിയും, ചില വാതിലുകൾ തുറക്കും, ചില വഴികൾ വെട്ടപ്പെടും, ചില പുതിയ വാതിലുകൾ നിന്റെ മുമ്പിൽ തുറക്കും. ഒരിക്കലും നടക്കത്തില്ലെന്ന് പറയുന്ന ഇടത്ത് ചിലത് നടക്കും. ആമേൻ. കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. പോരാ, കരങ്ങളെ അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. പൗലോസ് പറയുന്നു, ഞാൻ മുൻപോട്ട് ആയുകയാണ്.
ഞാൻ മുൻപോട്ട് ആയുകയാണ്. പറഞ്ഞാട്ടെ, ഞാൻ മുൻപോട്ട് മുമ്പോട്ട് ആയുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ഒരു ദൈവശബ്ദം കേട്ടോ. ഒന്നുകൂടെ പറയാം, നിങ്ങൾ ചെയ്തതിനേക്കാൾ അധികം ഇനി ചെയ്യാനുള്ളതും, നിങ്ങൾ പറഞ്ഞതിനേക്കാൾ അധികം പറയാനുള്ളതും, നിങ്ങൾ പോയതിനേക്കാൾ അധികം ഇനി പോകാനുള്ളതും, നീ പ്രവർത്തിച്ചതിനേക്കാൾ അധികം പ്രവർത്തിക്കാനുള്ളതുമാണ് നിന്റെ മുമ്പിലുള്ളത്. എന്റെ ജീവിതത്തിന്റെ ഏകദേശം പകുതി ആയുസ് ഏകദേശമൊക്കെ തീരാറായി. ഏകദേശം ഇനി എനിക്ക് പകുതി ആയുസ് കൂടെ ഉള്ളൂ. ഞാൻ അങ്ങനെയൊക്കെ പറയാം, വേറെ ദൂത് പറയാൻ വേണ്ടിയാ. പക്ഷെ എന്നോട് കേട്ട ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ 99 നടന്നിട്ടില്ല. നിങ്ങൾക്ക് ആ ദൂതത്തെ മനസ്സിലായോ? എന്റെ വയസ്സിന്റെ പകുതി തീർന്നു, ഇനി എനിക്ക് പകുതിയേ ഉള്ളൂ. എന്നാൽ എന്നോട് ദൈവം പറഞ്ഞതിന്റെ 100ൽ 99% ഇനി നടക്കാൻ കിടക്കുക. അതുകൊണ്ട് എനിക്ക് ഇരിക്കാൻ സമയമില്ല, നിൽക്കാൻ സമയമില്ല, ഓടാൻ സമയമില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ എനിക്ക് ഓരോ സെക്കൻഡും വിലപ്പെട്ടതായതുകൊണ്ട് ഞാൻ ആയുകയാണ്. ഇതിനകത്തിരിക്കുന്ന ഓരോ അഭിഷക്തന്മാരോടും പ്രവചനാത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇനി 99% കിടക്കുകയാണ്. അത് ചെയ്യാൻ കുറച്ച് സമയം കൂടെ, ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകൾ, ഇനിയുള്ള വർഷങ്ങൾ നിന്റെ ജീവിതത്തിന്റെ നിർണായകമാണ്. ഏറ്റെടുത്തില്ല. ഓ റബ, കരങ്ങളെ ഒന്ന് അടിച്ചോ. ഏറ്റെടുത്തോ. ഈ ദൂത് പറയുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. അത് നിങ്ങളുടെ തലമേൽ വന്ന് വീഴുകയാണ്. ഇനിയുള്ള ദിനങ്ങൾ നിർണായകമാണ്, ഇനിയുള്ള വർഷങ്ങൾ നിർണായകമാണ്, ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമാണ്. ഓരോ നിമിഷങ്ങളും അത്ഭുതങ്ങളാണ്, ഓരോ മണിക്കൂറുകളും അത്ഭുതങ്ങളാണ്, ഓരോ മാസങ്ങളും അത്ഭുതങ്ങളാണ്. നീ കാണാത്ത വഴികൾ, നീ കേൾക്കാത്ത വാതിലുകൾ, നീ കാണാത്ത രാജ്യങ്ങൾ, നീ കാണാത്ത പ്ലാറ്റ്ഫോമുകൾ, നീ കാണാത്ത ജനസാഗരങ്ങൾ നിന്റെ മുമ്പിൽ കർത്താവ് കൊണ്ടുവരുവാൻ പോകുകയാണ്. നിന്റെ കണക്കൂട്ടൽ മുഴുവൻ കർത്താവ് തെറ്റിക്കും. നീ പറഞ്ഞ ചില വാക്കുകളെ കർത്താവ് തിരുത്തും. ആവേശത്തിൽ ഒരിക്കൽ മോശ പറഞ്ഞു, ഒരു മനുഷ്യന്റെ ആയുസ് 70, ഏറെയായാൽ 80. 80ാമത്തെ വയസ്സിൽ തീരുമെന്നാ മോശ പറഞ്ഞേ. 80ാമത്തെ വയസ്സിൽ 30 ലക്ഷമായിട്ടും പുറത്തു വന്നു. ഭയങ്കര സാധ്യതകൾ നിന്റെ മുമ്പിൽ കിടക്കുക. നീ പറയുന്നത് ഇനി ആര് സഹായിക്കും, ആര് സംരക്ഷിക്കും, ആര് കൈപിടിക്കും, ആര് ഉയർത്തുമെന്ന്. പക്ഷെ നിനക്ക് വാഗ്ദത്തമുണ്ട് കേട്ടോ. നിങ്ങൾ വിശ്വസിച്ചതിന് ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. പ്രായം കർത്താവിനൊരു വിഷയമല്ല. പ്രായം കർത്താവിനൊരു വിഷയമല്ല. 80ാമത്തെ വയസ്സിൽ 30 ലക്ഷം പേരെ പുറത്തു കൊണ്ടുവരുവാൻ ഒരു മോശ എഴുന്നേൽപ്പിച്ച കർത്താവ്, 85ാമത്തെ വയസ്സിൽ ഒരു വലിയ മല പിടിച്ചടക്കുവാൻ കാലേബിന് ശക്തി പറഞ്ഞ കർത്താവ്, 90ാമത്തെ വയസ്സിൽ ഒരു യോശുവയെ ഒരു വലിയ ഒരു സൈന്യമായി അവകാശങ്ങളെ പിടിക്കുവാൻ ശക്തീകരിച്ച കർത്താവ് നിന്റെ കർത്താവാണ്. യെസ്, 100ാമത്തെ വയസ്സിൽ ഇസ്ഹാക്കിനെ കൊടുത്ത് വാഗ്ദത്തത്തിലേക്ക് അവനെ കയറ്റിയ കർത്താവ് നിന്റെ കർത്താവ്. വിശ്വസിക്കുക. തീർന്ന് എന്ന് നീ തീരുമാനിക്കുന്നിടത്ത് പുതിയ ആരംഭങ്ങൾ, പുതിയ ആരംഭങ്ങൾ. ഈ 90ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങിയ യോശുവ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ക്ഷീണിച്ച് വയസ്സനായി. 13ാം അധ്യായത്തിൽ ദൈവം ചെന്നിട്ട് പറയാം, നീ വയസ്സെന്ന് പറയരുത്, ഇനിയും ഏറെ ദേശങ്ങൾ പിടിക്കാനുണ്ട്. നീ റെസ്റ്റിന് ഇരുന്നാലും നിന്നെ ഇരുത്താതെ എഴുന്നേൽപ്പിക്കും. നീ മടുത്തെന്ന് പറഞ്ഞാലും കർത്താവ് പറയും, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഒന്ന് നിന്നാൽ മതി.
ഞാൻ വെളിപ്പെട്ടു വരും. ഞാൻ ഈ വചനങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എൻ്റെ വചനത്തെ വെറുതെ അയക്കത്തില്ല. ഇതിനകത്ത് ആരോ ഭയങ്കരമായി ആരൊക്കെയോ കർത്താവ് അടുത്തൊരു ലെവലിലേക്ക് കർത്താവ് കൈപിടിക്കാൻ പോകുക. നീ എഴുതി തീർന്നൊരു പുസ്തകമല്ല, അടഞ്ഞൊരു അധ്യായമല്ല. നിന്റെ ജീവിതത്തിൽ അത്ഭുതത്തിന്റെ പരമ്പരകൾ ദൈവം ചെയ്യാൻ പോകുക. നിന്റെ ആരോഗ്യമായിരിക്കാം ചിലപ്പോൾ ക്ഷയിച്ചത്, നിന്റെ ബാങ്ക് അക്കൗണ്ട് ആയിരിക്കാം ക്ഷയിച്ചത്, എന്നാൽ അപ്പന്റെ കലവറയ്ക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ചേർന്നാമേ പറഞ്ഞാട്ടെ. ചില വലിയ ഓപ്പണിങ്ങുകൾ കർത്താവ് തുറക്കുന്നു. വലിയ ഓപ്പണിങ്ങുകൾ കർത്താവ് തുറക്കുന്നു. വലിയ ഓപ്പണിങ്ങുകൾ, രാജ്യത്തിന്റെ ജാതികളുടെ ഓപ്പണിങ്ങുകൾ കർത്താവ് തുറക്കുന്നു. വീണ്ടും ഒരു പെരുമഴയുടെ ദിനങ്ങൾ വരുന്നു വരുന്നു വരുന്നു. മലയാളിക്ക് വേണ്ടി നിന്നെ ഉപയോഗിച്ചെങ്കിൽ, ഇന്ത്യക്കാരന് വേണ്ടി നിന്നെ ഉപയോഗിച്ചെങ്കിൽ, മനുഷ്യന് വേണ്ടി നിന്നെ ഉപയോഗിക്കേണ്ട സമയം വന്നിരിക്കുന്നു. നിറത്തിന്റെയും ഭാഷയുടെയും വർഗത്തിന്റെയും അതിരുകളെ പൊട്ടിച്ച് ഒരു ഗ്രേറ്റ് റിവൈവലിന് വേണ്ടി ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവാ. നിങ്ങളോടാണ് കർത്താവ് പറയുന്നെങ്കിൽ അത് ഉള്ളത്തിൽ പെടയ്ക്കും ആ ദൂത്. അത് നിങ്ങളോട് ആ ദൂത് തൊടുന്നില്ലെങ്കിൽ ഒരു ചലനം ഉണ്ടാകത്തില്ല. ഈ ദൈവവചനം പറയുമ്പോൾ നിങ്ങളെ നോക്ക പോലും വേണ്ട, ആ ദൂത് നിങ്ങളുടെ അകത്ത് പെടപ്പിക്കും. അത് നിങ്ങളുടെ അവകാശം, നിങ്ങളുടെ ഓഹരി, നിങ്ങളുടെ മാറിടത്തിലേക്ക് വരും. കുതിക്കുക. പരിശുദ്ധാത്മാവ് ഇന്നിവിടെ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്ന ദൂത് ഇതേ ഉള്ളൂ. നീ നിന്റെ പ്രശ്നങ്ങളിലേക്ക് നോക്കരുത്, നീ നിന്റെ ദർശനത്തിലേക്ക് നോക്കണം. പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവന്റെ കാലുകൾ ബന്ധിക്കപ്പെടും, ദർശനങ്ങളിലേക്ക് നോക്കുന്നവന്റെ കാൽ കുതിക്കും. In the name of Jesus. കർത്താവ് വാഗ്ദത്തങ്ങളെ പറയുന്നത് കേൾക്കാനല്ല, കർത്താവ് വാഗ്ദത്തങ്ങളെ പറയുന്നത് നിവർത്തിക്കാനാണ്. അടുത്തൊരു വാക്ക്, പറയുന്നവന് നിവർത്തിക്കാൻ ശക്തി ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അവൻ ഭോഷ്കിന്റെ ദൈവമല്ല. In the name of Jesus. യേശു കർത്താവിന്റെ ഉയർപ്പിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം പറഞ്ഞൊരു വാക്കുണ്ട്, പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റു. വാക്ക് കേട്ടോ, പറഞ്ഞതുപോലെ തന്നെ അവൻ ഉയർത്തെഴുന്നേറ്റ്. പറഞ്ഞതുപോലെ തന്നെ, പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന ദൈവം. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. പറഞ്ഞതുപോലെ തന്നെ ചെയ്യുന്ന കർത്താവ്. ഉയർത്തെഴുന്നേക്കും എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേക്കും. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും എന്ന് പറഞ്ഞാൽ കാലങ്ങൾ മാറുമ്പോൾ ഐഡിയ മാറുന്ന ഭരണകർത്താവല്ലവൻ. എത്ര ജനറേഷൻ ഇറങ്ങി മാറിയാലും പറഞ്ഞെടുത്ത് തന്നെ നിൽക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് എന്റെ അപ്പനാണ്. എന്റെ അപ്പനെ കുറിച്ച് പറയുമ്പോൾ കോരിത്തരിക്കുന്നു. എത്ര മഹാൻ! ചേർന്ന് രാമ്യം പറഞ്ഞാട്ടെ. സോറി, എനിക്ക് അബദ്ധം പറ്റിയെന്ന് പറയാത്ത ഒരു ലീഡർ ഉണ്ടെങ്കിൽ അത് ജീസസ് ആണ്. ഓ, എത്ര നല്ല കർത്താവ്! ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഇന്ന് ഈ വചനം പറഞ്ഞങ്ങ് ബലപ്പെടുത്തുക. പ്രശ്നങ്ങളെ നോക്കുന്നവന്റെ കാലുകൾ ബന്ധിക്കപ്പെടും, ദർശനത്തെ നോക്കുന്നവന്റെ കാലുകൾ കുതിക്കപ്പെടും. ഒരായലുണ്ടവന്. പറഞ്ഞാട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തീർന്നു, ആമേൻ കർത്താവ് വേഗം വരണമേ, ആ ഒരു സെറ്റപ്പിലായിരിക്കുന്നെങ്കിൽ മിണ്ടാതിരിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. നിനക്ക് ഈ ഉലകത്തിൽ എന്നുവരെ ശുശ്രൂഷയുണ്ട്. ഈ ഭൂമിയിൽ ഒരു പാവി ശേഷിക്കുന്നോളം നിന്റെ ശുശ്രൂഷ തീർന്നിട്ടില്ല. ആരൊക്കെ പറയുന്നു അന്ത്യകാലമാണ്, ഒരു ഉണർവ് നടക്കത്തില്ലെന്ന്. ഇത് ലവോദിക്ക പീരീഡാണ്, സമ്മതിച്ചു. അന്ത്യകാലത്ത് അനേകരുടെ വിശ്വാസം നടത്തുവും, സമ്മതിച്ചു. അന്ത്യകാലം അത് ലോത്തിന്റെ കാലമാ, സമ്മതിച്ചു. അന്ത്യകാലം അത് നോഹയുടെ കാലമാ, സമ്മതിച്ചു. കുഴപ്പമില്ലല്ലോ. പക്ഷേ നോഹയുടെ കാലത്ത് നോഹയുടെ കാലമാണെങ്കിൽ
എനിക്ക് നോഹയാകാൻ ആഗ്രഹം. മിണ്ടുന്നില്ല. അതില്ല. ഇത് നോഹയുടെ കാലമാണെങ്കിൽ നോഹയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നോഹ എന്നാ ചെയ്തു? ഒന്ന്, പെട്ടകം പണിതു, കുടുംബം നോക്കി, പ്രസംഗിച്ചു. അമേൻ. പ്രസംഗിച്ചു. അമേൻ. ആ വാക്ക് 5 കാര്യം, ഞാൻ 4 കാര്യമാണ് വന്നോന്ന് എനിക്കറിയത്തില്ല. പെട്ടകം പണിതു, കുടുംബത്തിലുള്ളവരെല്ലാം നേടി, പ്രസംഗിച്ചു, ദൈവത്തിന് കൂടെ നടന്നു. യെസ്. ഇത് നോഹയുടെ കാലമാണെങ്കിൽ നോഹയാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പറ, ഒരാമൻ പറഞ്ഞാട്ടെ. അല്ലാതെ അവിടെ ചത്തു പൊങ്ങുന്ന ആ വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് ലോത്തിന്റെ കാലമാണെങ്കിൽ ലോത്തിന്റെ കാലത്ത് ലോത്ത് മാത്രമല്ലല്ലോ, മറു സൈഡിൽ ഒരു അബ്രഹാമില്ലേ? ആരും വന്നില്ലല്ലോ. ഇത് ലോത്തിന്റെ കാലമാണെങ്കിൽ ലോത്തിന്റെ സെയിം കാലത്ത് അപ്പുറത്ത് ദൈവത്തിന്റെ സ്നേഹിതനായ, ദൈവത്തിന്റെ ശബ്ദം കേട്ട, ദൈവത്തിന്റെ കൂടെ നടന്ന, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ട നഗരവും കണ്ട ഒരു മനുഷ്യൻ തൊട്ടപ്പുറത്തില്ലേ? അതാകാൻ എനിക്ക് ആഗ്രഹം. എന്നെ നിർവിചാരിയാക്കാൻ വേണ്ടിയുള്ള പ്രസംഗങ്ങളെ ഞാൻ പുച്ഛിച്ച് തള്ളുന്നു. കൈ അടിക്കാൻ പറ്റുമെങ്കിൽ അന്ത്യകാലമാണെന്ന്, ഐ ആം സോറി, ഇത് വിമർശനങ്ങളല്ല, ഇതൊരു എന്റെ നിലപാടാണ്. അന്ത്യകാലമാണെന്നോർത്ത് എനിക്ക് ആകാശത്തിലെ ലക്ഷണം നോക്കിയിരിക്കാൻ സമയമില്ല. ഇത് അന്ത്യകാലമെന്നറിഞ്ഞ് ഈ ഭാരതത്തിന്റെ തെരുക്കോണുകളിൽ അലഞ്ഞു നടക്കുന്ന ജനതയെ നോക്കിക്കൊണ്ട് കരയുവാനും വിയർപ്പൊഴുക്കുവാനും പ്രസംഗിക്കുവാനുമാണ് ഞാൻ തീരുമാനിക്കുന്നത്. ദൈവത്തിന് വേണ്ടി കുറെ തലമുറകൾ എഴുന്നേറ്റ് വരട്ടെ. കൈകളെ ഒന്ന് അടിച്ച് ദൈവത്തെ സ്തുതിക്കാം. പോരാ പോരാ. കൈകളെ അടിച്ചൊന്ന് ദൈവം ഒന്നുകൂടെ 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 ഒന്നുകൂടെ. എന്തോ ഈ ദൂതല്ല ഇങ്ങനെ കയറി വരുന്ന എനിക്കറിയത്തില്ല. ഒന്ന് ആയാൻ പറയാൻ വേണ്ടിയാ. അന്ത്യകാലത്ത് അനേകരുടെ വിശ്വാസം പോകും. അതുകൊണ്ട് അത് പറയാനല്ല ഇരിക്കുന്നേ. ഞാൻ കേൾക്കുന്ന വാക്കിതാണ്, നിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടാൻ കേൾക്കുന്ന ദൂത ഞാൻ എടുക്കുന്നത്. അന്ത്യകാലത്ത് അനേകരുടെ സ്നേഹം തണുക്കും. എനിക്ക് ആ ദൂത് വേണ്ട. ഞാൻ കേൾക്കുന്ന ദൂത് എഫേസ്യ ലേഖനത്തിലെ ദൂത, ദൈവസ്നേഹത്തിന്റെ ആഴവും അതിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ഉയരവും അറിയുവാൻ, നിൻ സ്നേഹത്തിന്റെ ഉയരവും ആഴങ്ങളും അറിയുവാൻ ആരായുവാൻ കൊതിയായിടുന്നേ. അനേകരുടെ വിശ്വാസം തണുത്ത ഐസ് കട്ടയായി അതിനകത്ത് 10 നിലയുടെ ഫ്ലാറ്റ് പണിതോട്ടെ, എനിക്ക് വിഷയമില്ല. ഞാൻ അവന്റെ സ്നേഹത്തിന്റെ ആഴത്തിലേക്കും അതിന്റെ നീളത്തിലേക്കും അതിന്റെ വീതിയിലേക്കും അതിന്റെ ഉയരത്തിലേക്കും, ഞാനിവിടെ പറയുന്നത് നിന്റെ നിലപാടാണ് വിഷയം. ഒരാമയം പറഞ്ഞ് ഏറ്റെടുക്കാവോ? നിന്നിലുള്ള ദൈവികമായ ഉണർവിനെ എരിവിനെ കെടുത്തുന്ന ദൂതുകൾ കേൾക്കരുത്. നിന്നെ തുള്ളിച്ചാടിപ്പിക്കുന്ന, മുൻപോട്ട് കുതിപ്പിക്കുന്ന ദൈവത്തിന്റെ അഗ്നിയുടെ ദൂതുകൾ നീ ഏറ്റെടുത്ത് ദൈവത്തെ, കർത്താവിന് വേണ്ടി ജ്വലിക്കുക. ബ്രദറെ, നമ്മൾ അന്ത്യകാലത്തിൽ ആണ് ബ്രദറെ. ഈ അന്ത്യകാലം എന്ന് ആരംഭിച്ചു? അന്ത്യകാലത്തിന്റെ ആദ്യ പ്രസംഗം പ്രസംഗിച്ച പത്രോസ് ആ പ്രസംഗത്തിൽ 3000 മുക്കി പൊക്കുക ചെയ്തേ. അന്ത്യകാലം പ്രസംഗിച്ച് പേടിപ്പിക്കുകയല്ലായിരുന്നു, രക്ഷിക്കുകയായിരുന്നു. അന്ത്യകാലം ആരംഭിച്ചത് നമ്മുടെ ഈ സമയത്തൊന്നുമല്ല. അന്ത്യകാലത്തിന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ 3000 പൊക്കിയാണ്. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു തീ കത്തുന്നുണ്ടെങ്കിൽ ഏറ്റെടുത്തോ. പിശാച് ഈ കാലത്ത് സംഭവിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. ഒന്നും നടക്കത്തില്ല, ഇതൊക്കെ ചുമ്മാ പുകയാണെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവർക്ക് പുകയാ. പക്ഷെ ഇത് ആത്മമണ്ഡലത്തിൽ ആത്മാക്കളെ കൊയ്യുന്ന വേലയാണ്.
ഒന്ന് കരം അടിച്ച് ആമേൻ പറഞ്ഞേറ്റെടുത്തു. പൗലോസ് പ്രസംഗിച്ചത് അന്ത്യകാലത്തിലാ. പൗലോസ് പ്രസംഗിച്ചത് അന്ത്യകാലത്തിലാ. സ്മിത്ത് വിഗർസ്വർത്ത് ജീവിച്ചത് അന്ത്യകാലത്തിലാ. റെയ്നാർഡ് ബോങ്ക ജീവിച്ചത് അന്ത്യകാലത്തിലാ. ബില്ലി ഗ്രഹാം ജീവിച്ചത് അന്ത്യകാലത്തിലാ. അവരൊക്കെ അന്ത്യകാലമാണെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നില്ല. അവർ കത്തിയിറങ്ങി നരകത്തിലേക്ക് ഓടുന്ന അനേകർക്ക് വഴിയിൽ കയറി വിലങ്ങുതടിയായിട്ട് നിന്ന് അവരുടെ ദിശയെ സ്വർഗത്തിലേക്ക് തിരിച്ചുവിട്ടു. നിങ്ങൾക്ക് എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? കൈകളെ ഉയർത്തി ദൈവം ഒരിക്കൽ കൂടെ. ഞാൻ അടുത്ത വാക്ക് പറയുമ്പോൾ നിങ്ങൾ സ്തോത്രത്തോടെ ഏറ്റെടുക്കുക, ഈ ദൂത് ഏറ്റെടുക്കുക. എന്നാൽ ഇന്നത്തെ 800 കോടി തലമുറയ്ക്ക് പൗലോസ് ഇല്ല, പത്രോസ് ഇല്ല, തിമത്യോസ് ഇല്ല, തീത്തോസ് ഇല്ല, റെയ്നാർഡ് ബോങ്കി ഇല്ല, ബില്ലി ഗ്രഹാം ഇല്ല. അവരുടെയൊക്കെ ശുശ്രൂഷ പൂർത്തീകരിച്ച് അവർ കർത്താവിന്റെ സന്നിധിയിൽ. ഈ 800 കോടിയുടെ കണക്ക് കർത്താവ് നമ്മോടാണ് പറഞ്ഞിരിക്കുന്നത്. ആർ യു റെഡി? നീ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ മേലെ ആ ദിവ്യ ശക്തിയും ആ ദിവ്യ അഭിഷേകവും ആ ദിവ്യ സ്വഭാവവും ദൈവം പകരാൻ തയ്യാറാണ്. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. ആമേൻ, ആമേൻ, ആമേൻ. പോരാ, ആമേൻ, ആമേൻ. ആരെയും ഉപയോഗിക്കുന്ന ഒരു ആത്മതലത്തിലേക്ക് ആത്മലോകം മാറിയിരിക്കുന്നു. ജോലി ചെയ്യുന്നിടത്ത് ഉണർവുകൾ വ്യാപരിക്കാൻ പോകുന്നു. ബസ് സ്റ്റാൻഡുകളിൽ ഉണർവുകൾ വ്യാപരിക്കാൻ പോകുന്നു. കാരണം ഈ 800 കോടിയും രക്ഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ തലമുറയ്ക്ക് വേണ്ടി ദൈവം നിന്നെയാണ് കണ്ടിരിക്കുന്നത്, നിന്നെയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പൗലോസിലൂടെ പറഞ്ഞ ദൂത് പറയുന്നു, ഞാൻ ആയാൻ കരമടിച്ചാമേ പറഞ്ഞാട്ട്. അകത്തുള്ള 100 പേരെ കാണുന്നവൻ തൃപ്തനാകും. എന്നാൽ പുറത്തുള്ള ലക്ഷങ്ങളെ കാണുമ്പോഴാ നിന്റെ ദൗത്യത്തിന്റെ കുറവ് നീ അറിയും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, പ്രശ്നങ്ങളെ നോക്കരുത്, ദർശനത്തെ നോക്കുക. എല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. ആ ദർശനത്തിൽ നിന്ന് ഒരു തരി പോലും നീ മാറരുത്, ഒരു തരി പോലും. 2 കാര്യങ്ങൾ ഓർമ്മിച്ച് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞ വാക്കാണ്. കാലേബ് അവൻ പ്രശ്നത്തെ നോക്കിയില്ല. 12 എണ്ണം പോയി, 10 എണ്ണം എന്തിനാണോ വിട്ടത് ഇമാരെ. 10 എണ്ണം അവിടെ പോയിട്ട് മുന്തിരിക്കോല ചുവന്നോണ്ട് വരിക. ആമേൻ. അത് കൊണ്ടുവന്ന് ഇറക്കി. 1 മുന്തിരിങ്ങ മതി 2 ഗ്ലാസ് ജ്യൂസ് അടിക്കാം, അത്രയും വലുതാ. അത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞിട്ട് സംഭവം പറഞ്ഞു, മുന്തിരിക്കോലയൊക്കെ നല്ലതാ, പക്ഷെ അവിടെ ചെന്നിട്ടൊരു രക്ഷയില്ല. സംഭവം കിട്ടത്തില്ലെന്നേ, ഒന്നും നടക്കുകയില്ല. നമ്മളൊക്കെ അവിടെ വെട്ടിക്കിളി പോലെയുള്ളൂ. അതന്നെ, ഞങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ ഏതാണ്ടൊരു സാധനം BSNL ടവർ പോലെ 2 സൈഡിൽ നിന്ന് താഴെ നോക്കി നോക്കി മേളിൽ ചെന്നപ്പോ തന്നെ അവിടുത്തെ മനുഷ്യരാ ടവർ പോലെ നിൽക്കുക. അവരുടെ മുമ്പിൽ ഞാൻ വെട്ടിക്കിളി പോലെയുള്ളൂ. നിങ്ങളുടെ വീട്ടിൽ ഞാൻ എപ്പോഴും പറയാം, നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും വില കൂടിയ തേയിലപ്പൊടി വാങ്ങിച്ചു വെച്ചേക്കണം. ചിലർ ഈ അവിശ്വാസം പറയാൻ വേണ്ടി വണ്ടി കയറി വരും. അവർ വരുന്ന ഉടനെ നല്ലൊരു ചായ കൊടുത്ത് പറഞ്ഞു വിട്ടേക്കണം. നിന്റെ അകത്തെ തീ കെടുത്തുന്ന ആളുകളെ പറഞ്ഞു വിടാൻ ശ്രമിക്കുക. കേട്ടില്ല. ചിലർ വാ തുറന്നാൽ അവിശ്വാസകയെ പറയത്തുള്ളൂ. യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ശാസിച്ചത് പിശാചിനെ ശാസിച്ചു, എങ്കിലും ശിഷ്യന്മാരെ ഏറ്റവും കൂടുതൽ ശാസിച്ചത് അവിശ്വാസത്തിന് വേണ്ടിയാണ്. അവിശ്വസിച്ച് അവരോട് കർത്താവ് പറഞ്ഞു, എത്ര നാൾ നിന്നെയൊക്കെ ഞാൻ വഹിക്കൂടാ, എങ്ങനെ സഹിക്കും നിന്നെയൊക്കെ. നിങ്ങളൊരു വിശ്വാസത്തിന്റെ വാക്ക് പറയുമ്പോൾ ഒരു പ്രത്യേക അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക. ആ അന്തരീക്ഷത്തിനകത്ത് ആ വിശ്വാസത്തിന്റെ നായകൻ ഇറങ്ങി വരികയാണ്. അതിനകത്തേക്ക് ദൈവദൂതന്മാർ ഇറങ്ങി വരികയാണ്. നീ വിശ്വസിക്കുന്നത് നടത്തുവാൻ വേണ്ടി
കരങ്ങളെ ഉയർത്തി ആമേൻ പറഞ്ഞാട്ട്. എന്നാൽ ആ പിറുപിറുത്ത ജനം, ആ വിശ്വസിച്ച ജനം ആ മരുഭൂമിയിൽ തീർന്നു. എന്നാൽ അതിനകത്ത് വിശ്വസിച്ച 2 പേർ, ജോഷുവയും കാലേബും, വാഗ്ദത്തത്തിൽ കയറി. അടുത്തൊരു വാക്ക് ശ്രദ്ധിച്ചോ. ഈ ഇസ്രായേൽ ജനം മുഴുവൻ പേടിച്ചതാണ് ഈ അനാക്യമല്ലന്മാർ. ആ മുഴു സൈന്യത്തെ തകർക്കാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാലേബ് പറഞ്ഞു, ഇങ്ങി തന്നേരം ഞാൻ തീർത്തോളാം. പ്ലീസ് യോശുവ, ഒരു കാര്യം മാത്രം പറയാനുണ്ട്, നിന്റെ സൈന്യം വരരുത്. എൻ്റെ ഹംബിൾ റിക്വസ്റ്റാ. സൈന്യം വരരുത്, നീയും വരരുത്, ഞാൻ മതി. അനേക ആത്മീയ തലമുറകളെ തകർത്ത അന്ധകാര മണ്ഡലത്തെ തകർക്കുവാൻ വേണ്ടി ദൈവം നിന്നെ ഒറ്റയ്ക്ക് എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. ഒന്ന് വിശ്വസിച്ചു. പോരല്ലോ 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 പോരല്ലോ. ഞാൻ ഈ വചനം പറയുമ്പോഴെല്ലാം ഇതൊരു പ്രൊഫറ്റിക്കൽ ദൈവത്തിന്റെ ദൂതാണ്. അനേകരെ തകർത്ത് കളഞ്ഞ അന്ധകാര മണ്ഡലങ്ങളെ നീ ഒറ്റയ്ക്ക് തകർത്ത ദേശങ്ങളെ പിടിച്ചടക്കാൻ പോകുകയാണ്. പ്രശ്നങ്ങളെ നോക്കരുത്, വാഗ്ദത്തത്തെ നോക്കണം. ജീവിതത്തിൽ ഏതൊക്കെ ഓപ്പർച്യൂണിറ്റികൾ തുറന്നു വന്നാലും നിന്റെ ലക്ഷ്യത്തിൽ നിന്ന് നിന്റെ കണ്ണു പറയരുത്. 2 വാക്കുകൂടെ പറഞ്ഞു നിർത്താം. ക്ഷമിക്കണേ. ഞാൻ ഒന്ന് ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞാട്ടെ, ഞാൻ ഒന്ന്. ഒരുവൾ രാത്രിയിൽ സുഗന്ധവർഗം ഇടിച്ചൊരുക്കി കല്ലറയിലേക്ക് പോകുകയാണ്. എന്തിനാ പോകുന്നത്? യേശുവിന്റെ ശരീരത്തിന്മേൽ അതിടാൻ വേണ്ടി. എന്തിന് യേശുവിന്റെ ശരീരത്തിൽ ഈ സുഗന്ധവർഗം ഇടുന്നു? ഈ ശരീരം 3 ദിവസമായി കല്ലറയില്ല. ഇത് മുഴുവൻ മുറിഞ്ഞു കിടക്കുക. ഈ ശരീരം ജീവിച്ചിരുന്ന സമയത്ത് ആർക്കും ഒരു ദുർഗന്ധം കൊടുത്തിട്ടില്ല. എന്നാൽ നാളെ ഇതുവഴി വരുമ്പോൾ, ഈ ശരീരത്തിന് ഈ കല്ലറയോട് സമീപിക്കുമ്പോൾ, ഈ കല്ലറയ്ക്കകത്ത് നിന്ന് ഒരു ദുർഗന്ധം ഉണ്ടാകരുത്. യേശുവിന്റെ ശരീരത്തിന്റെ അകത്ത് നിന്നൊരു ദുർഗന്ധം ഉണ്ടാകരുത്. അതുകൊണ്ട് ഞാൻ സുഗന്ധവർഗം ഉണ്ടാക്കുക. മനസ്സിലായില്ല? ക്രിസ്തുവിന്റെ സഭയുടെ നാറ്റം മാറ്റാൻ വേണ്ടിയുള്ള മഗ്ദലക്കാരത്തി മറിയമാർ എഴുന്നേൽക്കണം. പോരല്ലോ 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 പോരല്ലോ. ചേർന്ന് കൈകളെ ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാൽ. അവളന്ന് രാവിലെ അവിടെ പോയത് സൗഖ്യത്തിനല്ല കേട്ടോ. അവളന്ന് രാവിലെ അവിടെ പോയത് വിടുതലിനല്ല, അവിടെ പേരിനല്ല. അവിടെ ഹൃദയത്തിനകത്ത് ഒറ്റ കാര്യം മാത്രം, യേശുവിന്റെ ശരീരം ഒരിടത്തും മണക്കരുത്. ദൈവസഭയെക്കുറിച്ച് ഭാരമുള്ള ഒരു തലമുറയെ ഇന്ത്യൻ ഭാരത സഭയ്ക്ക് ആവശ്യമാണ്. അവിടെ ഇവിടെ വലിച്ചു കീറി ഇതിനെ നശിപ്പിക്കുന്ന ഫേസ്ബുക്കിലും എഴുത്തുകളിലും ഒക്കെ അതും ഇതുമൊക്കെ കാണിച്ച് ഈ ശരീരത്തെ വികലമാക്കുന്ന ഒത്തിരി കാട്ടാളന്മാരുള്ളിടത്ത് ദൈവത്തിന് ചില മഗ്ദലക്കാരത്തി മറിയമാരെ ആവശ്യമുണ്ട്. ആർ യു റെഡി? കരമൊന്ന് ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആമേൻ ആമേൻ. യേശുവിന്റെ ശരീരത്തെ സ്നേഹിക്കുന്ന ചിലരുണ്ട്. യേശുവിന്റെ ശരീരം എന്ന് പറയുന്നത് സഭയാട്ടോ. യോഹന്നാന്റെ സുവിശേഷം അവസാന ഭാഗത്ത് ഹോശാന പാടാനും ഒക്കെ ഒത്തിരി പേരുണ്ട്. എന്നാൽ ആ ക്രൂശിൽ കേട്ടില്ല, ആ ക്രൂശിൽ കിടക്കുന്ന ശരീരം ഏറ്റുവാങ്ങാൻ ആരുമില്ല. ഞാൻ ഇന്ന് ആത്മാവിനോട് പറയാം, സഭയെക്കുറിച്ചൊരു ഭാരം ഉണ്ടാകണം. അത് നിങ്ങൾ ലോക്കൽ ചർച്ചിനെ കുറിച്ചും ബോഡി ഓഫ് ക്രൈസ്റ്റിനെ കുറിച്ചും കരയുന്നവരെ ദൈവത്തിന് വേണം.
അത് തുടങ്ങുമ്പോൾ അതിന്റെ പേരാണ് ഗ്രേറ്റ് റിവൈവൽ. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ട്. ക്രൂശിന്റെ ചുവട്ടിൽ വെളിപ്പാട് പറഞ്ഞ പത്രോസില്ല, അപ്പം തേടി പിടിച്ച അന്ത്രയോസും ഇല്ല, കണക്ക് നോക്കിയ ഫിലിപ്പോസും ഇല്ല, ചാകാൻ പോകാമെന്ന് പറഞ്ഞ തോമസും ഇല്ല. എന്നാൽ ആ ക്രൂശിന്റെ ചുവട്ടിൽ വലിയ പ്രസിദ്ധനല്ലാത്ത ഒരു അരിമത്യക്കാരൻ ജോസഫ് ഉണ്ട്. അവൻ പറഞ്ഞു, ഞാൻ ആ ശരീരം എടുത്തോളാം. ഈ ശരീരത്തിന്മേൽ ഇനിയൊരു കാക്ക ഈ കണ്ണുകൊത്തി പറിക്കുന്നതിന് മുമ്പ് ഞാൻ എടുത്തോളാം ഈ ശരീരത്തെ. ദൈവസഭയ്ക്ക് ഇന്ന് വേണ്ടത് ചില ജോസഫുമാരെയാണ്. ഇവർക്ക് ആമേൻ പറയാൻ പറ്റും. ഒന്ന് കൈ അടിച്ചത് നേറ്റെടുത്തത്. ഞാൻ ഈ പ്രസംഗിക്കുന്ന വളരെ സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ജോസഫ് പറഞ്ഞു, ഞാനതെടുത്തോളാം. ആ യേശുവിന്റെ ശരീരം ആ ക്രൂശിൽ നിന്ന് ഇറക്കുമ്പോൾ അവന്റെ ഉള്ളിലൊരു ചിന്തയുണ്ട്, ഇതൊത്തിരി മുറിഞ്ഞതാ, ഇത് ഒത്തിരി തകർന്നതാ. എന്റെ കരസ്പർശനത്താൽ ഇനി ഈ ശരീരത്തിൽ ഒരു വേദന ഉണ്ടാകരുത്. കർത്താവിന്റെ ശരീരത്തെ ഭയത്തോടെ സമീപിക്കുന്ന ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവാ. എത്ര പേർക്ക് ആമേൻ പറഞ്ഞു? The name of Jesus. അവൻ ആ ശരീരത്തിന് വേണ്ടി ഒരു കല്ലറ ഒരുക്കി. യേശുക്രിസ്തുവിന്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ആഴ്ചയിൽ അവനോടുള്ള സ്നേഹം വെളിപ്പെടുത്തുവാൻ നിനക്ക് ഈ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? കേട്ടില്ല. സ്നേഹം വെളിപ്പെടുത്താൻ ഇപ്പോഴെന്തെങ്കിലും ഉണ്ടോ നിന്റെ കയ്യിൽ? കർത്താവിന്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇന്ന് ചെയ്തോണം. നാളെ ചെയ്യേണ്ട ആവശ്യമില്ല, നാളെ അത് ഉയർക്കും. നിനക്കുള്ള അവസരം ഇന്ന. നിനക്കുള്ള അവസരം ഇന്ന. കേട്ടില്ല കേട്ടില്ല കേട്ടില്ല. നിനക്കുള്ള ജോസഫേ, നിന്റെ സമയം ഇതാ. നാളെ നീ കാത്തിരിക്കണ്ട, ഉയർക്കും. പക്ഷെ അവൻ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആരെയും അടക്കാത്ത ഒരു കല്ലറ യേശുവിന് വേണ്ടി വേർതിരിച്ചു. നിനക്ക് യേശുവിന് വേണ്ടി കൊടുക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പറയും, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ദൈവം ഒരു മനുഷ്യൻ പറഞ്ഞു കേട്ടോ, യേശു പറഞ്ഞ വാക്ക, നീ ചെല്ലുക, അവിടെ ഒരു വൻമാളിക വിരിച്ചൊരുക്കിയിട്ടുണ്ട്. പ്രസന്റ് ടൈമിൽ നിങ്ങളുടെ വീട്ടോട്ട് വന്നാൽ എന്തായിരിക്കും കാഴ്ച? അല്ല, എൻ്റെ വീട്ടോട്ട് വന്നാൽ പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് അപ്പുറത്തെ റൂമിൽ നിന്ന് സഹോദരി ഒരു ചൂലും എടുത്തോണ്ട് പറന്നു വരുന്ന കാണാം. കസാരയുടെ അടിയിലോട്ട് ഒരു തുണി, സെറ്റിയുടെ അടിയിലേക്ക് ഒരു ചെരുപ്പ്, പടപട 10 മിനിറ്റ് കൊണ്ട് എല്ലാം ഓക്കെ ആവും. പ്രൈസ് ലോർഡ് പാസ്റ്റർ. യേശു പറഞ്ഞ വാക്ക്, നീ ചെന്നോ, അവൻ വിരിച്ചൊരുക്കിയിട്ട് കാത്തിരിക്കുക. കർത്താവിന് വേണ്ടി കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ട്? എന്തോ ഉണർവ് പോയോ? ഇത് പറയുമ്പോൾ എൻ്റെ ഉള്ളത്തിലൊരു തേങ്ങലുണ്ട്. ദാവീദ് പറയുന്നു, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇന്നലെ പറഞ്ഞ് പഠിച്ച പദം വന്ന ചില സ്തുതികളുമായിട്ട് നിന്നെ ചെന്ന് അതരചർമ്മണം ചെയ്യാനല്ല ഞാൻ വരുന്നത്. ആരും പറയാത്തൊരു പുതിയ സ്തുതിയുമായി ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഒരാമയും പറഞ്ഞേറ്റെടുക്കാം. പുതിയ സ്തുതിയുമായി ഞാൻ കാത്തിരിക്കുന്നു. പുതിയ പാട്ടുമായി ഞാൻ കാത്തിരിക്കുന്നു. പുതിയ ദൂതുമായി ഞാൻ കാത്തിരിക്കുന്നു. എനിക്ക് വീട്മാളികയില്ല, എനിക്ക് കല്ലറയില്ല കൊടുക്കാൻ. പക്ഷെ അന്ന് ജീവിച്ചൊരു പാവപ്പെട്ട ഒരു കർഷകൻ
വലുതായിട്ടൊന്നും കൊടുക്കാനില്ലെങ്കിലും അദ്ദേഹം കരുതി വെച്ചു, ഒരു കഴുതയെ കരുതി വെച്ചു. യേശു പറഞ്ഞ വാക്ക് കേട്ടോ, ചെല്ലുമ്പോൾ ഒരു കഴുതയെ കെട്ടിയിട്ടിരിക്കും. എന്നോട് അച്ഛൻ ആദ്യം പറഞ്ഞു തോതാ അന്ന് ആ കൺവെൻഷൻ, എലപ്പാറയിൽ കൺവെൻഷൻ, യേശുവിനെ ചുമക്കുന്ന ഒരു കഴുതയായിട്ട് നിന്നെ ഞാൻ ഉപയോഗിക്കും. അന്ന് ആരും അറിഞ്ഞിട്ടില്ല, ആരും കണ്ടിട്ടില്ല, ട്രിവാൻഡ്രം പോലും കണ്ടിട്ടില്ല. ഓ ജീസസ്, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതായത്. അവന് വലുതായിട്ടൊന്നും കൊടുക്കാനില്ല, പക്ഷെ ഒരു കഴുതയെ മാറ്റിവെച്ചു. അതിനകത്ത് അവൻ കയറിയിട്ടില്ല, മാറ്റി നിർത്തി. ആരും ഇതുവരെ കയറിയിട്ടില്ലാത്തൊരു കഴുതയെ. ഒരു ദേശത്ത് ദൈവവേല വളരപ്പെടുവാൻ, ഒരു ദേശത്ത് സഭ വളരപ്പെടുവാൻ, ഒരു ദേശത്ത് റിവൈവലിന് വേണ്ടി നിൽക്കുന്നവരെ കൈ കൊടുക്കുവാൻ ഇന്ന് നീ ഒന്ന് എഴുന്നേൽക്കണമെന്ന് കർത്താവ് പറയുന്നു. പോരാ 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 പോരാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാൽ പോരാ. കൈകളെ ഉയർത്തി ദൈവത്തിനൊരു നന്ദി ആരാധന. ഒരു അരിമത്യക്കാരൻ ജോസഫ്, ആ യേശുവിന്റെ ശരീരം ആ കല്ലറയിൽ, ആ ക്രൂശിൽ നിന്ന് ഇറക്കുമ്പോൾ പുറകിലൊരു ശബ്ദം. തിരിഞ്ഞു നോക്കിയപ്പം ഒരുത്തൻ ബാഗ് ഇറക്കി വെച്ചിട്ട് വരിക. നമുക്കൊത്തിരി പരിചയമില്ലാത്തൊരു മനുഷ്യൻ. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ കണ്ടു നിക്കോദിമോസ്. കേട്ടില്ല, നിക്കോദിമോസ്. പണ്ടൊരിക്കൽ അർദ്ധരാത്രി യേശുവിന്റെ അടുക്ക് വന്ന പുള്ളിയാ. നമ്മളെല്ലാം പറയുന്ന പുള്ളി പിന്മാറ്റക്കാരനാണെന്ന്. ഈ കർത്താവ് കുറ്റപ്പെടുത്താത്തവരെല്ലാം നമ്മൾ കുറ്റപ്പെടുത്തിയിരിക്കും. അന്ന് നിക്കോദമസ് യേശുവിന്റെ അടുക്ക് വന്നപ്പം യേശു പറഞ്ഞു, നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞു. അന്ന് നിക്കോദമസ് യേശുവിന്റെ അടുക്ക് വന്നില്ലായിരുന്നെങ്കിൽ വീണ്ടും ജനനം എന്ന സംഭവം അറിയത്തില്ലായിരുന്നു. നമ്മൾ രോഗവും വിടുതലും മാത്രമായിട്ട് നിന്നേനെ. ബോൺ അഗൈൻ എക്സ്പീരിയൻസിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് നിക്കോദിമോസിനെയാണ്. ആ നിക്കോദിമോസ് വന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു. In the name of Jesus. ആ നിക്കോദിമോസ് യേശുവിനോട് വന്ന് പറഞ്ഞു, എനിക്ക് ദൈവരാജ്യത്തിൽ കടക്കണം. കർത്താവ് പറഞ്ഞു, വീണ്ടും ജനിക്കണം. എങ്ങനെ വീണ്ടും ജനിക്കണം? ആത്മാവിനാൽ ജനിക്കണം. അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ശക്തമായ ദൂത് തുടങ്ങുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവവാനെ നൽകുവാൻ തക്കവണ്ണം. നിക്കോദിമോസിനായി സ്തോത്രം. നമുക്ക് പുള്ളി പിന്മാറ്റക്കാരനാണ്, ഇരുന്നോട്ടെ. അന്ന് നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ നിന്ന് പോയിട്ട് അന്ന് അവനോട് പറഞ്ഞു, നീ ജനിക്കണമെങ്കിൽ, അവന് മനസ്സിലായി, ഞാൻ ജനിക്കണമെങ്കിൽ ഒരുവൻ മരിക്കണം. അത് വേറെ ആരുമല്ല, ഇവനാണ്. ക്രൂശിന്റെ ദർശനം കണ്ടു, അവൻ അവിടെ വെച്ചു. ആ ക്രൂശിന്റെ ദർശനം കണ്ടിട്ട് അവിടെ നിന്ന് അവൻ നോക്കിയപ്പം ചുറ്റി നിൽക്കുന്ന പത്രോസിനെ നോക്കി, ആളെ അവിടെ കാണുന്നില്ല. അവൻ അന്നൊരു തീരുമാനമെടുത്തു, ക്രൂശിന്റെ ചുവട്ടിൽ ആരുമില്ലെങ്കിലും ഞാൻ അവിടെ കാണും. ഞാൻ വെറും കൈയുമായിട്ട് അവിടെ എത്തത്തില്ല. അന്നു മുതൽ പിന്നെ അവൻ യോഗത്തിന് പോകാത്തത് യോഗത്തിന് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, രാത്രിയും പകലും അവൻ അധ്വാനിക്കുകയായിരുന്നു. ആർക്കു വേണ്ടി? യേശുവിന്റെ ശരീരത്തിന് വേണ്ടി. കേട്ടില്ല, യേശുവിന്റെ ശരീരത്തിന് വേണ്ടി. അന്ന് അവൻ അവിടെ ക്രൂശിന്റെ ചുവട്ടിൽ വന്നപ്പോൾ പുറത്തുനിന്നൊരു ബാഗ് ഇറക്കി വെച്ചിരുന്നു. ആ ബാഗിനകത്ത് 100 റാത്തൽ അകിലും 100 റാത്തൽ മൂറും സുഗന്ധവർഗത്തിന്റെ ഒരു കൂട്ടുമുണ്ടായിരുന്നു. ആരുടെ വക? അവന്റെ മാത്രം അധ്വാനം. കർത്താവിന് വേണ്ടി ചെലവഴിക്കാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കർത്താവിന്റെ സഭ വളരുവാൻ ഒരു തലമുറ എഴുന്നേൽക്കട്ടെ. കിട്ടുന്ന ദൂതിൽ ഒതുങ്ങാതെ കൊടുക്കുന്ന ഒരു ദൂതിലേക്ക് നമുക്ക് കയറാം.
കൈകളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ച. ഈ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന നിക്കോദെമോസിനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവ് കണ്ടു. അതുകൊണ്ട് യെശയ്യാവ് 53 പറഞ്ഞു, അവന്റെ മരണത്തിൽ അവൻ സമ്പന്നന്മാരുടെ കൂടെയായിരുന്നു. കാരണം അന്നൊരു സമ്പന്നനായ യഹൂദൻ മരിക്കുമ്പോൾ എത്രത്തോളം സുഗന്ധവർഗം അവന്റെ ശരീരത്തിലിടുമോ അത് മുഴുവൻ ഒരുക്കിയത് ഒരു നിക്കോദിമോസാണ്. ഞാനിവിടെ വിളിച്ചു പറയുന്നു, ദൈവസഭയ്ക്ക് പ്രവാചകർ മാത്രമല്ല, ദൈവസഭയ്ക്ക് അപ്പോസ്തലൻ മാത്രമല്ല, ദൈവസഭയ്ക്ക് നിക്കോദിമോസുമാർ വേണം. ദൈവസഭയ്ക്ക് അരമത്യക്കാരൻ ജോസഫുമാർ വേണം. ഒന്ന് കരമടിക്കാൻ പറ്റുമെങ്കിൽ. തീർന്നില്ല. ദൈവസഭയ്ക്ക് മഗ്ദലക്കാരത്തി മറിയമാർ വേണം. ഈ മഗ്ദലക്കാരത്തി മറിയെ കുറിച്ച് ലൂക്കോസിന് സുവിശേഷം പറയുന്നത് ഇങ്ങനെയാ. ഓ, എത്ര നല്ല കർത്താവ്. യേശു എല്ലാവരെയും ശുശ്രൂഷിക്കുമ്പോൾ, യേശു പ്രസംഗിക്കുമ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ അവിടെ ഇല്ല. മഗ്ദലക്കാരത്തി മറിയ അടുക്കളയിൽ യേശുവിന് അപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുക. ആയിരക്കണക്കിന് വ്യക്തികളെ പ്രാർത്ഥിച്ച് യേശു ക്ഷീണിച്ചിരിക്കുമ്പോൾ യേശുവിന് വസ്തുവകകൾ കൊണ്ട് ഇവൾ ശുശ്രൂഷിച്ചു. യേശുവിനെ ശുശ്രൂഷിക്കുന്നവരിലൂടെയാണ് റിവൈവൽ നടക്കുന്നത്. കേട്ടില്ല? ഒന്നുകൂടെ ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു. യേശുവിനെ ശുശ്രൂഷിക്കുന്നവരിലൂടെ റിവൈവൽ നടക്കുന്നത്. എല്ലാവരുടെയും യേശുവിന്റെ ശുശ്രൂഷ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ മഗ്ദലക്കാരത്തി മറിയ അപ്പോൾ ഒന്നുമില്ല. യേശു ക്ഷീണിച്ചിരിക്കുമ്പോൾ അപ്പം ചുട്ടുകൊണ്ടാവും. അഭിഷക്തന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അഭിഷക്തന്മാർക്ക് വേണ്ടി കരയുന്ന, അഭിഷക്തന്മാർക്ക് വേണ്ടി വേലി കെട്ടുന്ന, അഭിഷക്തന്മാർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന, അഭിഷക്തന്മാർക്ക് വേണ്ടി പൊതിഞ്ഞു പിടിക്കുന്ന ഒരു തലമുറ എഴുന്നേറ്റ് വരണം. അത് ഇന്നിന്റെ സഭയുടെ ആവശ്യമാ. കരങ്ങളെ ഉയർത്തി ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാനിത് പറയുമ്പോ നിങ്ങൾക്കൊരു വലിയ ശുശ്രൂഷയിൽ പങ്കാളിത്തമുണ്ടെന്ന് മനസ്സിലായോ? യേശു ജനിക്കുന്ന സമയത്ത് യേശുവിനെ ഉദരത്തിൽ മറിയ വഹിക്കുമ്പോൾ ജോസഫ് എടുത്തൊരു തീരുമാനമുണ്ട്. അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ഭാവിച്ചു. എന്താണെന്നറിയോ? ഞാൻ നിമിത്തം അവക്കൊരു ലോക അപവാദം വരാതിരിപ്പാൻ ഞാൻ നിമിത്തം മറിയയ്ക്ക് ഒരപവാദം വരാതിരിക്കാൻ ഗൂഢമായി ഉപേക്ഷിച്ചു. ഞാൻ ഓർത്തത് അവനൊരു അപവാദം വരാതിരിക്കാനാണെന്ന് ഓർത്തത്. ശരിക്കും വായിച്ചപ്പോൾ മനസ്സിലായ ഞാൻ നിമിത്തം മറിയയ്ക്കൊരു അപവാദം ഉണ്ടാകരുത്, അതുകൊണ്ട് ഞാൻ മാറാം. അഭിഷേകമുള്ളവരെയും ദൈവമഹത്വം ചുമക്കുന്നവരെയും പൊതിഞ്ഞു പിടിക്കുന്ന ജോസഫുമാരെ ദൈവത്തിന് ഈ തലമുറയിൽ വേണം. നിങ്ങൾ ഒരു ആമയും പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റുമെങ്കിൽ, ഒരഭിഷക്തൻ എഴുന്നേൽക്കുമ്പോൾ അതിന്റെ പിൻപിൽ എത്ര പേരുടെ കണ്ണുനീരുണ്ടെന്നറിയാമോ? ആ അഭിഷക്തൻ നിലനിൽക്കുന്നതിന്റെ പിൻപിൽ എത്ര പേരുടെ കണ്ണുനീരിന്റെ വലയമുണ്ടെന്നറിയാമോ? ഞാനിത് പറയുന്നത് ഒരു വലിയ റിവൈവലിലേക്ക് നിങ്ങൾ കയറുകയാണ്. ഇവിടെ വേണം ജോസഫുമാർ, ഇവിടെ വേണം അരിമത്യക്കാരൻ ജോസഫുമാർ, ഇവിടെ വേണം നിക്കോദിമോസുമാർ, ഇവിടെ വേണം മഗ്ദലക്കാരത്തി മറിയമാർ, ശരീരത്തെ സൂക്ഷിക്കുന്നവർ. നിങ്ങളുടെ ഉള്ളത്തിൽ ഒരു ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ. അച്ഛാ, ഞാൻ ഒത്തിരി പ്രസംഗിച്ചു പോയോ? കൈകളെ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. അടുത്ത വാക്കിലേക്ക് ഞാൻ പറഞ്ഞു നിർത്താം. ഈ മറിയ ഈ കല്ലറയിലേക്ക് ചെല്ലുന്നത് ശ്രദ്ധിച്ചോണം. അവക്കൊരു വിഷനുണ്ട്. എന്താ വിഷൻ? യേശുവിന്റെ ശരീരത്തിന്മേൽ സുഗന്ധവർഗം ഇടണം. അവളവിടെ ചെന്നപ്പോ കല്ലറ തുറന്നിരിക്കുന്ന കണ്ടു. അവൾ അതിന്റെ പുറകെ പോയില്ല. ഇറങ്ങി തിരിച്ചത് എന്തിനാണോ? നീ അതിനു വേണ്ടി മരണം വരെ നിന്നോണം. അതിന്റെ മുമ്പിൽ ചില തുറന്ന വഴികൾ കാണുമ്പോൾ ഓടരുത്. ഞാൻ ഇവിടെ ഒരു വാക്ക് പറയുന്നത് ശ്രദ്ധിക്കുക.
ഇന്ത്യയുടെ റിവൈവലിന് വേണ്ടി ദൈവം എഴുന്നേൽച്ച പലരും ജീവിതത്തിൽ ചില വാതിലുകൾ കണ്ടപ്പോൾ അതുവഴി അങ്ങ് പോയി. എന്നാൽ ചില മറിയമാർ കാത്തു നിൽക്കുന്നുണ്ട്. ചില മറിയമാർ കാത്തു നിൽക്കുന്നുണ്ട്. എല്ലാവരും കൈകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. കല്ലറ തുറന്നു കിടക്കുന്നു. മറിയയ്ക്ക് അതൊരു ആകർഷണമല്ല. അവൾ വന്നത് കല്ലറ കാണാനല്ല. അവൾ അവിടെ നിൽക്കുമ്പോൾ കുനിഞ്ഞു നോക്കിയപ്പോൾ തുണിയിരിക്കുന്ന കണ്ടു. രണ്ടുപേർ ഓടി. എന്നാ ഓട്ടമായിരുന്നു? ആ ഓട്ടത്തെ കുറിച്ച് പോലും എഴുതിയിട്ടുണ്ട്. ഒരുത്തൻ ഓടി തോപ്പിച്ചു. ഓടി വന്നിട്ട് കുനിഞ്ഞ് തുണി കണ്ടു. അതേപോലെ ഓടി തിരിച്ചു പോയി. അമരുടെ ഓട്ടം തുണി കാണാൻ വേണ്ടി. അമരത് കണ്ടു. ഓക്കെ, അപ്പോസ്തലന്മാരുവാ. പക്ഷെ മറിയയ്ക്ക് ചലനമില്ല. അവൾ വന്നത് തുണി കാണാനല്ല. ശ്രേഷ്ഠന്മാർ പലരും പിന്തിരിഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ നീ ഇറങ്ങിത്തിരിച്ചത് ഒരു ദർശനത്തിന് വേണ്ടിയാണ്. പലരുടെയും പിന്മാറ്റം കണ്ട് പകച്ചു നിൽക്കുന്നവർ ഇതിനകത്തുണ്ടാകാം. അവരല്ല നിന്റെ റോൾ മോഡൽ. ജീസസ് ആണ് നിന്റെ റോൾ മോഡൽ. കരം ഉയർത്തി ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാം. അവർ പോയപ്പോ ഇവൾ മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു ദൂതൻ ഇറങ്ങി വന്നു. ദൂതനെ കണ്ടിട്ട് ഇവക്കൊരു ആകർഷണവും ഇല്ല, ആശ്ചര്യമില്ല. കാരണം അവൾ വന്നത് ദൂതനെ കാണാനല്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ദർശനം വിട്ട് ഇടവും വലവും മാറരുത്. അത് തുറന്ന വഴികളാണെങ്കിലും മടക്കിയ തുണിയാണെങ്കിലും ദൂതനാണെങ്കിലും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ദൂതനെ കണ്ടിട്ട് പോകുന്നില്ലപ്പോൾ ദൂതൻ ദൂത് പറഞ്ഞു. ജീവിച്ചിരിക്കുന്നവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്ന എന്ത്? ദൂതും അവളെ തൊട്ടില്ല. അവളുടെ ദർശനം ദൂതിന്റെ മുകളിലാണ്. ഞാൻ ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, പ്രവാചകന്റെ ദൂതിനേക്കാൾ വലുതാണ് ദർശകന്റെ ദർശനം. ഒരു പ്രവചനത്തിനും തകർക്കാൻ കഴിയാത്ത നിലയിൽ നിന്റെ ദർശനത്തെ നീ വളർത്തണം. ആമേൻ. അഗബോസ് വന്ന് പൗലോസിനോട് ദൂത് പറഞ്ഞു, ഈ അരക്കച്ചയുടെ ഉടമസ്ഥനെ യെരൂശലേമിൽ ബന്ധിക്കും, കെട്ടും പൂട്ടും. ഞാനായിരുന്നേ പറഞ്ഞ സ്തോത്രം, താങ്ക് യു ജീസസ്, ഞാൻ മക്കതോനിക്ക് പൊക്കോളാന്ന് പറഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, യെരൂശലേമിൽ ബന്ധനോ? അവന് വേണ്ടി മരിക്കാൻ നിൽക്കുമ്പോഴാ ബന്ധനം. എന്റെ വിഷൻ യെരൂശലേമാണ്. പ്രവചനത്തിന്റെ മുകളിൽ ദർശനം വളർന്നു. ദൂതിന്റെ മുകളിൽ ഇവൾ നിൽക്കുകയാണ് ഒരു വിഷന് വേണ്ടി. ഒരു തുറന്ന കല്ലറയ്ക്കും ഒരു മടക്കി വെച്ച തുണിക്കും ഒരു ദൂതനും അവളെ മാറ്റുവാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ പുറകുന്നൊരു വിളി, ശ്രീയേ. ശ്രീയേ. അവൾ പറഞ്ഞു, തോട്ടക്കാരനെന്ന് വെച്ച് പറഞ്ഞു, അവന്റെ ശരീരം എവിടെ വെച്ചിരിക്കുന്നു? ഞാൻ എടുത്തോണ്ട് പോക്കോളാം, ഞാൻ എടുത്തോളാം. 33 വയസ്സുള്ള ഒരു ശരീരം, 4-5 പേർ ചുമന്ന ഒരു ശരീരത്തെ ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരു മറിയ. ഈ ശരീരത്തെ സ്നേഹിക്കാൻ ആരുമില്ലെങ്കിലും ഞാനുണ്ട്. ഈ ശരീരത്തെ ചുമക്കാൻ ആരുമില്ലെങ്കിലും ഞാനുണ്ട്. കർത്താവിന് മക്മലക്കാരത്തി മറിയമാരെ വേണം. നിനക്ക് എത്ര പേർക്ക് ദൂതനെ ഏറ്റെടുക്കാൻ പറ്റും? ഉടനെ അവളെ വിളിച്ചു, മറിയേ. അവിടെ ദർശനത്തിന് വേണ്ടി അവൾ നിന്നു. ഞാൻ ആ ദൂത പറഞ്ഞേ, സാഹചര്യങ്ങൾ കണ്ടും പിന്മാറരുത്, അനുഭവങ്ങൾ കണ്ടും പിന്മാറരുത്. നീ എന്തിനിറങ്ങി തിരിച്ചോ അവിടെ നിന്നോ. ഒത്തിരി സമയം ചിലപ്പോൾ നിൽക്കേണ്ടി വരും, പക്ഷെ നീ എന്ത് കണ്ടോ അത് നടന്നിരിക്കും. നീ എന്തിനിറങ്ങിയോ അത് നടന്നിരിക്കും. ഈ ട്രിവാൻഡ്രത്ത് ഈ ചർച്ച് എന്തിനാരംഭിച്ചോ അത് സംഭവിച്ചിരിക്കും. ഒന്ന് കൈ അടിച്ച് ദൈവത്തെ സ്തുതിച്ചോ.
ഒത്തിരി വേലിയേറ്റമൊക്കെ ഇവിടെ ഉണ്ടായെന്ന് വരാം. പക്ഷെ അതൊന്നുമല്ല. ഇവിടെ ജനങ്ങൾ നിൽക്കാനും ഇരിക്കാനും കഴിയാതെ വണ്ണം രാവോ പകലോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും ജനങ്ങൾ വന്ന് ഒഴുകി ദൈവശബ്ദം കേൾക്കുന്ന ഒരാത്മ മണ്ഡലം ഇവിടെ തുറന്നിരിക്കും. ഞാൻ ആത്മാവിൽ പറയുന്നു, ഒരു തുറന്ന സ്വർഗം ഈ മിനിസ്ട്രിയുടെ മേൽ കർത്താവ് വീണ്ടും വീണ്ടും വിശാലമാക്കുന്നു. കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. എനിക്കറിയില്ല ദൈവം നിങ്ങളോട് ഇടപെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, എന്തിനിറങ്ങിയോ അതിനുവേണ്ടി നിന്നോണം. പ്രശ്നങ്ങളെ നോക്കരുത്, ക്ഷീണിക്കും. ഒറ്റ വാക്ക് ഇത് നിങ്ങൾ കേട്ട് ആമേൻ പറഞ്ഞോണം. എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യം. വിശ്വാസത്തിന്റെ നായകനും പറഞ്ഞോ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇത് ഇച്ചിരി ഭയങ്കര സന്തോഷവും ടേസ്റ്റുമുള്ള വിഷയമാണ്. യേശുവിനെ നോക്കുക. എല്ലാരും പറഞ്ഞാട്ടെ, ഓർക്കെ പറഞ്ഞാട്ടെ. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ അതിന് തൊട്ട് മുകളിൽ നമ്മൾ നോക്കാനുള്ള ചില സാധനങ്ങളുണ്ട്. അതെന്താ? 11-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചു കേട്ടോ. 11-ാം അധ്യായത്തിൽ 3 വിഷയങ്ങൾ. ഒന്ന് വിശ്വാസം വീരന്മാർ, 1 വിശ്വാസം, 2 വിശ്വാസ വീരന്മാർ, 3 വിശ്വാസ വീരന്മാർ കാത്തിരുന്ന വിശുദ്ധ നഗരം. കേട്ടോ കേട്ടോ കേട്ടോ. ഈ 11-ാം അധ്യായത്തിലെ വിശ്വാസ വീരന്മാരെ കണ്ട് കണ്ണ് തള്ളിയവരുണ്ട്. അവരുടെ കണ്ണുകളെല്ലാം ഈ വിശ്വാസ വീരന്മാരില്ല. 2 വിശ്വാസ വീരന്മാർ കണ്ട ഒരു വിശുദ്ധ നഗരമുണ്ട്. ദൈവം ശില്പിയായി നിർമ്മിച്ചതും ഓർക്കെ പറഞ്ഞേ ദിസ്ഥാനമിട്ട നഗരം. എന്നാൽ ഈ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ കണക്കും വിശുദ്ധ നഗരത്തെക്കുറിച്ചും പറഞ്ഞിട്ടും 12-ാം അധ്യായത്തിൽ പറയുകയാണ്, അവരെ നോക്കരുത്, യേശുവിനെ നോക്കണം എന്ന് പറഞ്ഞ നിന്റെ ഏറ്റവും ഹൈലൈറ്റ് പിണങ്ങല്ലേ, നിന്റെ ഏറ്റവും ഹൈലൈറ്റ് വിശ്വാസ വീരന്മാരുമല്ല, സ്വർഗവും അല്ല. അയ്യോ, താങ്ക് യു. എല്ലാവരും കൈ ഉയർത്തിയാമേ പറഞ്ഞാട്ടെ. നിന്റെ ഏറ്റവും വലിയ വിഷയം വിശ്വാസ വീരന്മാരുമല്ല, സ്വർഗമല്ല. സ്വർഗത്തെ സ്വർഗമാക്കുന്നത് യേശുവാണ്. പതിനാറ് വർഷങ്ങൾ ജയിലിൽ കിടന്ന ജോൺ ബെനിയൻ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയ മനുഷ്യൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ യേശുവില്ലെങ്കിൽ എനിക്ക് ആ സ്വർഗം വേണ്ട. എനിക്ക് വലുത് സ്വർഗത്തെക്കാൾ വലുതാണ് യേശു. ഒറ്റ ദൂത് പറഞ്ഞ് നിർത്തിക്കോളാം. എല്ലാവരും ആമേൻ പറഞ്ഞേ. യേശുവിനെ നോക്കുക. സാക്ഷികളെ നോക്കരുത്, നഗരത്തെ നോക്കരുത്, യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുമ്പോൾ കാണുന്ന ഒരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് കാര്യം, അത് പറഞ്ഞു നിർത്താം. ആ ദൂതിൽ ഞാൻ നിർത്തുക. തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനത്തെ അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു. യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ ക്രൂശല്ലായിരുന്നു, യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ ഞാനായിരുന്നു. ഒരാമയം പറഞ്ഞെങ്കിൽ, ഒരാമയം പറയാൻ പറ്റുമെങ്കിൽ പോരാ, ഒരാമയം. ഓ പോരാ 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 പോരാ. ഒരിക്കൽ കൂടി കരം അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. എല്ലാവരും ആമയം പറഞ്ഞു. യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ ക്രൂശല്ല, ആണിയല്ല, കിരീടമല്ല. യേശുവിന്റെ കണ്ണിന്റെ മുമ്പിൽ സന്തോഷമാണ്. തന്റെ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്ത് ക്രൂശിനെ അല്ല നോക്കിയത് അവൻ, താൻ ഏൽക്കാനുള്ള അപമാനത്തെയും അല്ല നോക്കിയത്. താൻ എന്നെ കണ്ടപ്പം സകലവും സഹിക്കാനുള്ള ഒരു ശക്തി അവന്റെ മേൽ വ്യാപരിക്കുകയാണ്. പ്രശ്നങ്ങളെ നോക്കുന്നവൻ തകരും, ദർശനത്തെ നോക്കുന്നവൻ കുതിക്കും. ഓ നിങ്ങൾ മിണ്ടുന്നില്ല. ഓ റാൻ തലരബ. പ്രശ്നങ്ങളെ നോക്കുന്നവൻ തകരും, ദർശനത്തെ നോക്കുന്നവൻ കുതിക്കും. ആമേൻ. ഓ ജീസസ്.
യേശു ക്രൂശിൽ നോക്കി തന്നെയാ എന്നോട് നോക്കാൻ പറഞ്ഞ യേശുവിനെ. സത്യം പറഞ്ഞ ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ണുകൾ തമ്മിലുള്ള നോട്ടവാ. അയ്യോ, നിങ്ങൾ ആമേൻ പറഞ്ഞില്ല. എന്തൊരു മനോഹരം. അവൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അവനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ കണ്ണുകൾ തമ്മിൽ കഥ പറയുന്നു. അതെന്താ? ആ കണ്ണനോട് പറയുന്നു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിന്നെ ഒരു നാളും, ഞാൻ നിന്റെ ദൈവം. എത്ര പേർക്ക് കൈകളെ ഒന്ന് ഉയർത്തി ആമേൻ പറഞ്ഞ്, എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ പറ്റും? ഞാൻ ഇന്ന് ഈ വചനം പറയുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവിൽ നിൽക്കുന്നവരുടെ ഉണ്ട്. ഒരു ചുവട് പോലും മുൻപോട്ട് വെക്കാൻ കഴിയാതെ വണ്ണം തീവ്രമേറിയ അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്നതിന് നടുവിലുണ്ട്. അടുത്ത ചുവട് എവിടെ വെക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്നവരുടെ ഉണ്ട്. എന്നാൽ നിങ്ങളോട് എല്ലാവരോടും പരിശുദ്ധാത്മ പറയുന്നു, നിന്റെ കണ്ണുകൾ അവിടെ നിന്ന് പറിക്കുക. നീ രക്ഷിക്കപ്പെട്ട സമയത്ത് നിന്നോട് പറഞ്ഞൊരു ദൈവശബ്ദമില്ലേ? നിന്നോട് പറഞ്ഞൊരു ദൂതില്ലേ? നിന്നോട് പറഞ്ഞൊരു വാക്തത്വമില്ലേ? നിന്നെ വിളിച്ചപ്പോൾ നിന്നോട് ഹൃദ്യമായി ഇടപെട്ടൊരു ദൂതില്ലേ? അത് മാത്രം എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? അത് മാത്രം മറക്കുക. ചേർന്നൊരു ആമേൻ പറഞ്ഞിട്ട് മറക്കുക. നിന്നെ ഉപദ്രവിച്ചവരെ മറക്കുക, നിന്റെ മുള്ള പ്രതിസന്ധികളെ മറക്കുക, നിന്റെ മുള്ള പ്രശ്നങ്ങളെ മറക്കുക, നീ നേരിടുന്ന പ്രതിസന്ധികളുടെ കൂമ്പാരങ്ങളെ മറക്കുക. ഒന്ന് മാത്രം ഓർക്കുക, നിന്റെ ദർശനം, നിന്റെ വാക്തത്വം, നിന്റെ നിയോഗം, നിന്റെ ലക്ഷ്യം, നിന്റെ കർത്താവ്, അത് മാത്രം നിന്റെ മുമ്പിൽ. ബാക്കിയെല്ലാം മറക്കുക. ഒരു പുത്തൻ ഉണർവ് നിന്നിലേക്ക് വ്യാപരിക്കുന്നു. ഒരു പുത്തൻ ദൈവശക്തി നിന്നിലേക്ക് വ്യാപരിക്കുന്നു. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. എല്ലാവരും ആമേൻ പറഞ്ഞ് ഏറ്റെടുത്താട്ട്. ഞാൻ ഇന്ന് ഈ ദൂത് പറയുമ്പോൾ ഞാൻ കാണാത്ത വഴികൾ എനിക്ക് വേണ്ടി തുറന്നത് എനിക്കറിയാം. കേൾക്കാത്ത വാതിലുകൾ എനിക്ക് വേണ്ടി തുറക്കുന്നത് എനിക്കറിയാം. അറിയാത്ത വ്യക്തികൾ എന്നെ സഹായിക്കുന്നത് എനിക്കറിയാം. കാരണം ഒരു ഉറപ്പാണ്, എന്റെ മുമ്പിൽ യേശു മാത്രമേ ഉള്ളൂ. കരങ്ങളെ അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. എല്ലാ നാവുകളും തുറന്ന്, എല്ലാ വായ്കളും തുറന്ന്. പോരാ. കഴിഞ്ഞ ദിവസം എന്റെ കൊച്ച് ഒരു ചെറിയ വോയിസ് ക്ലിപ്പ് എനിക്ക് കിട്ടും. അവളിപ്പോ വീട്ടിലാണ്, വൈഫിന്റെ വീട്ടിലാണ്. പപ്പ ഒരു ചെറിയ ഫോട്ടോ അവിടെ താഴെ കൊടുത്തിട്ട് പറഞ്ഞു, പപ്പ എന്റെ ബർത്ത്ഡേക്ക് ഇതുപോലത്തെ ഒരു കേക്ക് അപ്പൊ വാങ്ങിച്ചു തരണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ ഒരെണ്ണമാണ് ഞാൻ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നെന്ന്. അതൊരു തട്ടാണെങ്കിൽ 9 തട്ടുള്ള ഒരെണ്ണം ഞാൻ അവൾക്ക് ഒരുക്കി കൊടുക്കും. കാരണം ഞാൻ അവളുടെ അപ്പന. നിനക്ക് മനസ്സിലായെങ്കിൽ ഒരു ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തു. നിന്റെ സ്വപ്നത്തിനപ്പുറത്ത്, നിന്റെ ചിന്തകൾക്കപ്പുറത്ത്, നിന്റെ നിലവുകൾക്കപ്പുറത്ത് നിന്നെ അത്ഭുതകരമായി നടത്തുന്ന ഒരപ്പന്റെ കരത്തിലാണ് നീ ഇരിക്കുന്നത്. ഒരു രക്ഷകന്റെ കരത്തിലാണ് ഇരിക്കുന്നത്. ധൈര്യത്തോടെ മുൻപോട്ട് പോകുക. നീ ഒരിടത്തും പരാജയപ്പെടത്തില്ല, നീ ഒരിടത്തും തോൽക്കപ്പെടത്തില്ല, നീ ഒരിടത്തും പതറിപ്പോകത്തില്ല. കണ്ണുകൾ പറയാതിരിക്കട്ടെ. കർത്താവിൽ തന്നെ തുടരുക. നീ പോലും അറിയാതെ യോർദാനുകൾ മാറും.